ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ വളരെ പുരാതനമായ കാൽപ്പാടുകൾ പിന്തുടരുന്നു. അവ കാലത്തിൻ്റെ പൊടിപടലങ്ങളിലൂടെ മന്ത്രിക്കുന്നില്ല. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ആഫ്രിക്കയിലെ പുൽമേടുകൾ നിറഞ്ഞ വൃക്ഷങ്ങളില്ലാത്ത വിശാല പ്രദേശത്തു നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അവിടെ നമ്മുടെ വിദൂര പൂർവികരായ ആദ്യകാല ഹോമോസാപ്പിയന്മാരുടെ ഒരു കൂട്ടം മഴ പെയ്യാത്ത ആകാശത്തേക്ക് വെള്ളം, ഭക്ഷണം, അതിജീവനം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു ചക്രവാളത്തിലേക്ക് നോക്കുന്നു. ഇന്നത്തെ എത്യോപ്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവസാനത്തെ മഹത്തായ ഹിമയുഗം ഇളകാൻ തുടങ്ങിയിരുന്ന സമയം. നഗ്നപാതരും പുരികം ചുളിഞ്ഞവരുമായ ഈ ആളുകൾ ശാസ്ത്രജ്ഞർ ഇന്ന് പേരിട്ട് വിളിക്കുന്ന മഹത്തായ മനുഷ്യ കുടിയേറ്റം അഥവാ ദ ഗ്രേറ്റ് ഹ്യൂമൻ മൈഗ്രേഷൻ ആരംഭിക്കാൻ പോകുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ തരംഗം. എന്നാൽ ഈ കൂട്ടം ഒരു വഴിമാറി സഞ്ചരിക്കുന്നു. അതെ, നമ്മുടെ കേരളത്തിലെ ഇടതൂർന്ന കാടുകൾ, ഉയർന്ന പർവ്വതങ്ങൾ, മൺസൂൺ കൊടുങ്കാറ്റുകൾ എന്നിവയിലൂടെ. ഇന്ന് രാത്രി നമ്മൾ അവരെ പിന്തുടരും. ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. പാതി വേവിച്ച ചേന കഴിക്കുന്നതും സേബർ പല്ലുള്ള പൂച്ചകളെ ഒഴിവാക്കുന്നതും ആനയുടെ അസ്ഥികളിൽ അഭയം തേടുന്നതും നിങ്ങൾ ആസ്വദിക്കുന്നില്ലെങ്കിൽ ഒരു രാത്രി പോലും നിങ്ങൾക്കവിടെ അതിജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു നിമിഷമെടുക്കൂ. എന്നാൽ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നെന്നോട് പങ്കുവയ്ക്കൂ. നിങ്ങളുടെ നഗരവും നിലവിലെ സമയവും അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ലൈറ്റുകൾ മങ്ങിക്കുക. ആ മൃദുവായ പശ്ചാത്തല ശബ്ദത്തിനായി ഒരു ഫാൻ ഓണാക്കുക. ഇന്ന് രാത്രിയിലേക്കുള്ള യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. നല്ല ചൂടുള്ള സൂര്യൻ്റെ കീഴിൽ നമ്മൾ നടക്കുന്നു. ഉണങ്ങിയ ചെളിയുള്ള കാൽവിരലുകൾ പൊട്ടുന്നു. പൊടിയുടെയും ഖേദത്തിൻ്റെയും നേർത്ത പാടാൽ പൊതിഞ്ഞ ചർമ്മം. നമ്മുടെ പിന്നിലുള്ള അക്കേഷ്യമരങ്ങൾ ഓരോ ചുവടുവെപ്പിലും ചുരുങ്ങുന്നു. അവ ഒരിക്കൽ നമ്മുടെ വീടായിരുന്നു, നമ്മുടെ അബ്ജയമായിരുന്നു, പ്രവചനാതീതം. എന്നാൽ ഇപ്പോൾ ഭക്ഷണം ക്ഷാമമായി മാറുന്നു. വെള്ളക്കെട്ടുകൾ ചീഞ്ഞഴിഞ്ഞു പോകുന്നു. നമ്മൾ 15 പേരുണ്ട്. മൂപ്പന്മാർ, കുട്ടികൾ, അതിനിടയിൽ പ്രായമുള്ളവർ. നമുക്ക് കഴിക്കാനോ ധരിക്കാനോ എറിയാനോ കഴിയാത്ത ഒന്ന് നമ്മൾ വഹിക്കുന്നില്ല. ഇവിടെ ഒരു കല്ലടരുന്നു, അവിടെ ഒരു അസ്ഥി കൊണ്ടുള്ള കത്തി, ഒരിടുപ്പിലൊരു കുഞ്ഞിൻ്റെ ചിരിയും മറ്റൊന്നിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ചത്ത പല്ലിയുമുണ്ട്. അതിജീവനം ഒരു കൗശലപ്പണിയാണ്. എൻ്റെ പേരോ? പ്രശ്നമല്ല. നമ്മൾ ഇതുവരെ അങ്ങനെ പേരിട്ടിട്ടില്ല. പക്ഷേ എന്നെ സങ്കൽപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് പൊട്ടിയ ചുണ്ടുകളും വയറു നിറയെ രോമങ്ങളും എപ്പോഴും പായുന്ന കണ്ണുകളുമുള്ള ഒരു മെലിഞ്ഞ, ഇരുണ്ട തൊലിയുള്ള വ്യക്തിയെ സങ്കൽപ്പിക്കുക. ഞാൻ പരിഭ്രാന്തനായതുകൊണ്ടല്ല, മറിച്ച് ഇവിടെയുള്ളതെല്ലാം എന്നെ ആക്രമിച്ചു തിന്നാൻ ആഗ്രഹിക്കുന്നു എന്ന പേടികൊണ്ടാണ്. അക്കാലത്ത് നമ്മുടെ ഭൂമി അടുത്ത കുന്ന്, അടുത്ത ജലസ്രോതസ് വരെ മാത്രമേ നീണ്ടുകിടന്നിരുന്നുള്ളൂ. എന്നാൽ നദിയിലെ കല്ലുകൾ പോലെ പല്ലു തേഞ്ഞുപോയ വൃദ്ധരിൽ ഒരാൾ പറയുന്നത് വിചിത്രമായ എന്തോ സംഭവിച്ചു എന്നാണ്. പുൽമേടുകൾ മരിക്കുന്നു, മൃഗങ്ങൾ കൂടുതൽ ദൂരം നടക്കുന്നു. നമ്മളും അതുതന്നെ ചെയ്യണം. നമ്മുടെ പൂർവികർ ആഫ്രിക്ക വിട്ടപ്പോൾ അവർ പോയത് എന്തുകൊണ്ടാണെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ഭക്ഷണക്ഷാമമായിരുന്നോ? കാലാവസ്ഥാ വ്യതിയാനങ്ങളോ? എതിരാളി ഗോപരങ്ങളോ? ചിലപ്പോൾ അടുത്ത മരത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്താനുള്ള ആ ക്ലാസിക് മനുഷ്യപ്രേരണ മാത്രമായിരിക്കും അത്. കാറ്റുമാറുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ശരിയായ സൂചന നമുക്ക് ലഭിക്കുന്നത്. അത് ഉപ്പിൻ്റെ ഗന്ധമാണ് വഹിക്കുന്നത്. നനഞ്ഞ വസ്തുക്കളുടെ പേരിടാൻ പോലും പഴക്കമുള്ള ഓർമ്മകളുള്ള നായികളെപ്പോലെ നമ്മൾ ആ സുഗന്ധം പിന്തുടരുന്നു. ഇപ്പോൾ ഓർമ്മിക്കുക, നമുക്ക് ബോട്ടുകളില്ല. നമ്മുടെ കൈവശം ഒരു തരം പൊങ്ങിക്കിടക്കുന്ന മരക്കഷണങ്ങളുണ്ട്. മഴവെള്ളം സംഭരിക്കാൻ കഴിയുന്ന തുലികൾ നമുക്കുണ്ട്. നമുക്ക് പ്രതീക്ഷയുമുണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും ഉപയോഗശൂന്യമായ അതിജീവന ഉപകരണവും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതുമായ ഒന്നാണ് ഈ പ്രതീക്ഷ. ദിവസങ്ങൾ നമ്മൾ നടക്കുന്നു, ഭൂമി പാറക്കെട്ടുകളായി തകരുന്നതുവരെ. താഴെ ചക്രവാളത്തിൽ ഉറങ്ങുന്ന ഒരു മൃഗത്തെപ്പോലെ ഒരു ജലാശയം നീണ്ടുകിടക്കുന്നു. ബാബെൽ മണ്ഡബ് കടലിടുക്ക്. അത് ഇടുങ്ങിയതാണ്, പക്ഷേ 30 കിലോമീറ്റർ വീതിയുണ്ട്. പക്ഷെ നമുക്കത് ലോകാവസാനം പോലെ തോന്നുന്നു. ആകാശം ഇരമ്പുന്നു. ഒരു മൺസൂൺ വരുന്നു. കെട്ടഴിച്ച കുറച്ച് ശാഖകളുടെ മറവിൽ നമ്മൾ ഇരുട്ടിലൊതുങ്ങി. ആരോ മൂളാൻ തുടങ്ങുന്നു. കൃത്യമായൊരു പാട്ടല്ല, മറിച്ച് മരിക്കുന്നവരുടെ വായിൽ നിന്ന് പകരുന്നൊരു താളം.
അത് കുട്ടികളെ കരയുന്നതിൽ നിന്നു തടയുന്നു. പുരുഷന്മാരെ ഓടിപ്പോകുന്നതിൽ നിന്നു തടയുന്നു. വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് നമുക്കുണ്ടാകുന്ന ആ വിചിത്രമായ വികാരം നിങ്ങൾക്കറിയാമോ? ആവേശത്തിൻ്റെയും അസ്തിത്വഭയത്തിൻ്റെയും ആ മിശ്രിതം. അതെ, നമുക്കേതാണ്ട് ആ ഒരു അനുഭവമാണിപ്പോൾ. നമ്മുടെ സീറ്റ് ബെൽറ്റുകൾ വള്ളികളായിരുന്നു. വിമാനത്തിനുള്ളിലെ ലഘുഭക്ഷണം, അത് നമ്മുടെ മീൻപിടുത്തമായിരുന്നു. കടലെടുക്ക് കടക്കുക എന്നത് ഒരു പേടി സ്വപ്നമാണ്. നമ്മൾ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് കെട്ടുന്നു. മരം പിളരാതിരിക്കാൻ ചെളിയും മീൻ അവശിഷ്ടങ്ങളും പുരട്ടുന്നു. നമുക്കൊറ്റയടിക്ക് കടക്കാൻ കഴിയുമോ? തീർച്ചയായുമില്ല. നമുക്കൊരു ചങ്ങാടം നഷ്ടപ്പെടും. ഈ ക്രോസിങ്ങിനുള്ള സാങ്കേതികത നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പുരാവസ്തു ഗവേഷകർ വാദിക്കുന്നു. ചിലർ പറയുന്നത് അത് ആകസ്മികമായിരുന്നു എന്നാണ്, ഡ്രിഫ്റ്റ്വുഡ് മൈഗ്രേഷൻ. മറ്റു ചിലർ പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ മിടുക്കരായിരുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ രണ്ടും സത്യമാകാം. നമ്മൾ അതിജീവിക്കാൻ മിടുക്കരും വീണ്ടും ശ്രമിക്കാൻ മണ്ടന്മാരുമായിരുന്നു. ഇന്നത്തെ യമന്റെ തെക്കൻ ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ പകുതി മുങ്ങി പട്ടിണി കിടന്ന് പക്ഷെ ജീവനോടെ കടൽത്തീരത്ത് വീഴുന്നു. ഇവിടുത്തെ മണൽ വ്യത്യസ്തമായി തോന്നുന്നു. ചൂട് കൂടുതലാണ്. ധാന്യങ്ങൾ കൂടുതൽ പരുക്കനാണ്. മരങ്ങൾ ശരിയല്ല. നമ്മൾ പിന്നിൽ എന്തോ ഉപേക്ഷിച്ചു. നമ്മുടെ ഒരു പതിപ്പ് ആഫ്രിക്ക ഇപ്പോഴും നമ്മുടെ ഉറക്കത്തിൽ പ്രതിധ്വനിക്കുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊന്നുണർത്തുന്നു, അഭിലാഷം. നമ്മളത് ഉച്ചത്തിൽ പറയുന്നില്ല, പക്ഷെ നമുക്കെല്ലാവർക്കും അത് അനുഭവിക്കുന്നു. ലോകം നമ്മൾ ഭയപ്പെട്ടതിലും വലുതാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ചെറുതാണ്. എന്നിട്ടും നമ്മൾ നടക്കുന്നു. നമ്മളൊരു യൂണിറ്റായി നീങ്ങുന്നു. നിശബ്ദരായി, മണം പിടിച്ച്, അജ്ഞാതരുടെ നഗ്നപാത നൈതന്ത്രികർ. മുഷ്ടിവലുപ്പമുള്ള പ്രാണികൾ, പ്രായിൽ ലയിക്കുന്ന പാമ്പുകൾ, മരങ്ങളിൽ നിന്ന് കണ്ണു ചുമ്പുട്ടുന്ന പുള്ളിപ്പുലിങ്ങൾ വരെ നമ്മൾ ഒഴിവാക്കുന്നത് ധൈര്യത്തോടെയല്ല, മറിച്ച് നമ്മുടെ അസ്ഥികൾക്ക് ഭയം അനുഭവിക്കുന്നതുകൊണ്ടാണ്. ഒരു രാത്രി കഷ്ടിച്ചു കത്തിച്ച തീയ്ക്കു ചുറ്റുമിരിക്കുമ്പോൾ അമിതമായ തീജ്വാല വളരെയധികം പല്ലുകൾ വിളിക്കുന്നതിനാൽ ഒരു മൂപ്പൻ കാവി പൊടിക്കുന്നു. അയാളത് നെഞ്ചിൽ കണ്ണുകൾക്കടിയിൽ പുരട്ടുന്നു. ആചാരമോ? പരിഭാഗമോ? ഒരു കീടനാശിനിയോ? പരിഭാഗമോ? ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റോ? സംശയാസ്പദമാണ്, എന്നാൽ വിചിത്രമായി ഫലപ്രദം. പിൽക്കാല ശാസ്ത്രജ്ഞർ ഈ പ്രതീകാത്മക പെരുമാറ്റത്തെ അറിവിന്റെ ആദ്യകാല അടയാളങ്ങളിൽ ഒന്നെന്ന് വിളിക്കും. നമുക്കിത് സ്റ്റൈലിനേക്കാൾ ഉപരി അതിജീവനം പോലെയാണ്. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് പുക ചുരുളുമ്പോൾ ഞാൻ മരുഭൂമിക്കപ്പുറത്തുള്ള പച്ചഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നു. നദികളും മൺസൂൺ മഴയും വർഷം മുഴുവനും ഫലം കായ്ക്കുന്ന മരങ്ങളുമെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് കഥകൾ പറയുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് നമുക്കിതുവരെ അറിയില്ല. എന്നാൽ ഒരു ദിവസം അത് കേരളമെന്ന് വിളിക്കപ്പെടും. നമ്മളത് തേടി യാത്രയാകുന്നു. നമ്മൾ സൂര്യൻ മണൽക്കൂനകൾക്ക് മുകളിലൂടെ എത്തിനോക്കുന്നതിനു മുമ്പ് ഉണരുന്നു. നമ്മുടെ കാലിനടിയിലെ മണൽ ഇപ്പോഴും തണുത്തതാണ്. അത് കരുണ കാണിക്കുന്ന ഒരേയൊരു സമയമാണിത്. നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് പുറത്തെടുക്കുന്നു. പക്ഷേ ഈ തീരുമാനം നിങ്ങളെ വിഡ്ഢികളാക്കാൻ അനുവദിക്കരുത്. കാരണം സ്വന്തം കാടിനെ മാറ്റി നിർത്തി മറ്റൊന്നിനു വേണ്ടി ഇറങ്ങിത്തിരിയുകയാണ് നമ്മൾ. തെക്കൻ അറേബ്യൻ ഉപദ്വീപ് ഒരു പൊള്ളയായ വാഗ്ദാനം പോലെ മുന്നോട്ട് നീണ്ടുകിടക്കുന്നു. മരങ്ങളില്ല, നദികളില്ല, പാറകളുടെയും പൊടിയുടെയും ഇടയ്ക്കിടെ സംശയാസ്പദമായ മൃഗങ്ങളുടെ കാൽപ്പാടുകളുടെയും അനന്തമായൊരു ഘോഷയാത്ര മാത്രം. പക്ഷേ നമ്മൾ എന്തായാലും നടക്കുന്നു. നമ്മുടെ കാലുകളിപ്പോൾ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളാണ്. കാരണം നമുക്കറിയാവുന്നതെല്ലാം നമ്മുടെ കാൽ തഴമ്പുകളിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ നാട് കടക്കുക എന്നത് പകുതി പേജുകൾ കാണാതായതും ബാക്കിയുള്ളവ കോഡിൽ എഴുതപ്പെട്ടതുമായൊരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഓരോ വരണ്ട നീരൊഴുക്കും ഒരു ജൂതാട്ടമാണ്. ഓരോ കുറ്റിച്ചെടിയും ഒരു പ്രതീക്ഷയാണ്. ആകാശം ഒരു സൂചനയും നൽകുന്നില്ല. ഒന്നും നൽകാത്ത പാളവർണം, കഴുകിക്കളഞ്ഞ ഒരു താഴികക്കുടം മാത്രം. നമ്മൾ അന്തർജ്ഞാനം, ഓർമ്മ, തീയേക്കാൾ ശക്തമായൊരു ഉപകരണം, കഥപറച്ചിൽ എന്നിവയെ ആശ്രയിക്കുന്നു. രാത്രിയിൽ നമ്മൾ കനാലിന് ചുറ്റും ഒത്തുകൂടി പാഠങ്ങൾ മന്ത്രിക്കുന്നു. മുള്ളുള്ള പഴങ്ങൾ കഴിക്കരുത്. പക്ഷികളെ നോക്കൂ, അവ വെള്ളത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാറ്റിന് ചെമ്പിന്റെ ഗന്ധമുണ്ടെങ്കിൽ ആഴത്തിൽ കുഴിക്കുക. അതിനടിയിൽ ഇരുമ്പുണ്ട്.
പക്ഷേ അത് നിങ്ങളുടെ ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാക്കും. നമ്മെ നയിക്കാൻ നമ്മൾ നക്ഷത്രരാശികൾ കണ്ടുപിടിക്കുന്നു. അവയ്ക്ക് അർഹിക്കാത്ത കാര്യങ്ങൾക്ക് പേരുകൾ നൽകുന്നു. ഒരു നക്ഷത്രരാശി ഉറങ്ങുന്ന പല്ലിയെപ്പോലെ കാണപ്പെടുന്നു. മറ്റൊന്ന് തീർച്ചയായും അലറുന്ന ഒരു മുത്തശ്ശിയാണ്. ഈ ആദ്യകാല സഞ്ചാരികൾ വലിയ തിരമാലകളായാണോ അതോ ചിതറിക്കിടക്കുന്ന നീർച്ചാലുകളായാണോ നീങ്ങിയതെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. നമ്മളെപ്പോലുള്ള ചെറിയ ഗ്രൂപ്പുകൾ തലമുറകളിലൂടെ പതുക്കെ യാത്ര ചെയ്തുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വലിയ കുടിയേറ്റങ്ങൾക്ക് കാരണമായെന്ന് മറ്റുള്ളവർ കരുതുന്നു. നമുക്കറിയാവുന്നത് ഇത്രമാത്രം. മുന്നിലുള്ള ഭൂമി നമ്മൾ ഉപേക്ഷിച്ചു പോയതിനേക്കാൾ മരുഭൂമിയായി തോന്നുന്നു. ഒരു ഉച്ചപ്പിടഞ്ഞയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് അസ്ഥികൾ കണ്ടെത്തുന്നു. മനുഷ്യൻ്റേതാണ്. അവ സൂര്യനിൽ വെളുത്തിരിക്കുന്നു. അവ മനഃപൂർവ്വം അടക്കം ചെയ്തതുപോലെ അല്ലെങ്കിൽ ഒരുപക്ഷേ തകർന്നു വീണതുപോലെ അടുക്കി വച്ചിരിക്കുന്നു. ആരും ഒന്നും പറയുന്നില്ല. നമ്മൾ നിർത്തി ഒരു നോട്ടം പങ്കിട്ട് മുന്നോട്ട് നീങ്ങി. അന്ന് രാത്രി നമ്മൾ തീയുടെ അടുക്കിൽ ഒരു അധിക കഷ്ണം റോസ്റ്റ് ചെയ്ത എലിയെ വയ്ക്കുന്നു. ഒരു നിശബ്ദ വഴിപാട്. അത് അന്ധവിശ്വാസമോ ദുഃഖമോ? ഒരുപക്ഷെ രണ്ടും. നമ്മൾ കാര്യങ്ങൾ കാണാൻ തുടങ്ങുന്നു. ചക്രവാളത്തിൽ തിളങ്ങുന്ന മരീചിക തടാകങ്ങൾ, നമ്മൾ കണ്ണുചിമ്പുമ്പോൾ അപ്രത്യക്ഷമാകുന്ന പർവ്വതങ്ങൾ, ഒരിക്കൽ ആകാശത്തിൽ ചലനം കാണുന്നതായി നമുക്ക് തോന്നുന്നു. നമുക്കറിയാവുന്ന ഏതൊരു പക്ഷിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വീതിയുള്ള ചിറകുകളുടെ മിന്നൽ. കുട്ടികളിൽ ഒരാൾ ആകാശാത്മാക്കളെക്കുറിച്ച് മന്ത്രിക്കുന്നു. നമ്മൾ അവളെ തിരുത്തുന്നില്ല. സത്യം പറഞ്ഞാൽ ആരെങ്കിലും നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ ഇത് സഹായിക്കുന്നു. അതുമൂലം നമ്മൾ ജീവിക്കുന്നു. പിന്നീട് മരുഭൂമി മാറുന്നു. മണൽ വിട്ട് ചിതറിക്കിടക്കുന്ന ചന്ദ്രപ്രകാശം പോലെ തിളങ്ങുന്ന വിള്ളലുകളുള്ള ഉപ്പുപാടങ്ങളിലേക്ക്. കാറ്റിൽ കൊത്തിയെടുത്ത മരയിടുക്കുകൾ ഭൂമിയിലൂടെ മുറിഞ്ഞു വീഴുന്നു. നമ്മൾ ദ്രുതഗതിയിൽ വരണ്ട നദീപാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വെള്ളത്തിന്റെ ഗന്ധം നേർത്തതായി അനുഭവപ്പെടും. ഭൂമി തന്റെ ദാഹം ഉൾക്കൊള്ളുന്നതുപോലെ നെടുവീർപ്പിടുമ്പോൾ ഒബ്സിഡിയൻ വഞ്ചനയെപ്പോലെ മൂർച്ചയുള്ള വകനം നൽകുക. നമ്മളിത് കാണുന്നു. നമ്മളതിന്റെ പീസുകളെടുത്ത് ബ്ലേഡുകളായി മുറിക്കുന്നു. അതുപയോഗിച്ച് നമ്മൾ ആഫ്രിക്കയിൽ നമുക്കുണ്ടായിരുന്ന ഏതിനേക്കാളും മികച്ച ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു. നമുക്കിതിതുവരെ അറിയുന്നില്ല. പക്ഷേ ഇത് മൈക്രോലിത്തിക് തക്നീക്കുകളുടെ ആദ്യകാല അടയാളങ്ങളിലൊന്നാണ്. വൈജ്ഞാനിക പരിണാമത്തിൽ ഒരു കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന ചെറിയ കൃത്യമായ ശിലായുഗ ഉപകരണങ്ങൾ. തീർച്ചയായും നമ്മളിലൊരാൾ പെട്ടെന്ന് ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യിൽ വലിയ മുറിവേൽക്കുന്നു. ആ കത്തിയെ നമ്മൾ ദ ബ്ലീഡർ എന്നു പേരിട്ട് ഒരു സെലിബ്രിറ്റിയെപ്പോലെ കൈമാറുന്നു. ഈ സമയത്ത് നമ്മൾ ആകാശത്തിലെ പാറ്റേണുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നക്ഷത്രങ്ങൾ ഋതുക്കൾക്കനുസരിച്ച് മാറുന്നു. പ്രായമായ സ്ത്രീകളിൽ ഒരാൾ, അവരുടെ കണ്ണുകൾ കാഴ്ചയേക്കാൾ ഇടുങ്ങിയതാണ്. അവർക്ക് രാത്രിയെ ഒരു ചുരുൾ പോലെ വായിക്കാൻ കഴിയുമെന്ന് പറയുന്നു. എപ്പോൾ മുന്നോട്ടു പോകണം, കൊടുങ്കാറ്റുകൾ എപ്പോൾ വരും, എപ്പോൾ വിശ്രമിക്കണം എന്നൊക്കെ അവർ നമ്മോട് പറയുന്നു. നമ്മൾ അവളെ വിശ്വസിക്കുന്നുണ്ടോ? അതിജീവിക്കാൻ അതുമതി. ഈ പൊടി നിറഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മാറാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ചർമ്മത്തേക്കാൾ തുകൽ പോലെ തോന്നുന്ന നമ്മുടെ കാലുകൾ മാത്രമല്ല, സൂര്യനിൽ നിന്നും വേട്ടക്കാരിൽ നിന്നും സഹജമായി കൂനിക്കൂടുന്ന നമ്മുടെ പുറം മാത്രമല്ല, പക്ഷേ നമ്മുടെ മനസ്സുകൾ. നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു. കാറ്റിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കി നമ്മൾ ക്യാമ്പുകൾ സ്ഥാപിക്കുന്നു. മൃഗങ്ങളുടെ കുടിയേറ്റ രീതികൾ നമ്മൾ ശ്രദ്ധിക്കുകയും പിന്തുടരുന്നതിനു പകരം കെണികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒടുവിൽ നമ്മൾ ഒരു നീരുറവ കണ്ടെത്തുന്നു. അത് തകർന്ന ബസാൾട്ടിൻ്റെ കൂമ്പാരത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു. വെള്ളത്തിന് ഇരുമ്പിൻ്റെ രുചിയും ഖേദവും തോന്നുന്നു. പക്ഷെ നമ്മൾ അത് ദൈവങ്ങളെപ്പോലെ കണ്ടു വിഴുങ്ങുന്നു. 3 രാത്രികൾ നമ്മൾ അവിടെ തങ്ങുന്നു. അത് നിങ്ങൾക്ക് അത്ര മനോഹരമായി തോന്നിയില്ലായിരിക്കാം. പക്ഷെ നമുക്കതൊരു നാഗരികത സ്ഥാപിച്ചതുപോലെയാണ് തോന്നുന്നത്. അടിസ്ഥാന പാത്രങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പുറന്തൊലി ചുരണ്ടുന്നു. അമിതമായ സന്തോഷം മന്ത്രത്തെ തകർക്കുമെന്ന് കരുതി നമ്മൾ പരസ്പരം മൃദുവായി പാടുന്നു. 4-ാം രാത്രിയിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. വെറുമൊരു കൊടുങ്കാറ്റല്ല, അറേബ്യൻ ഉപദ്വീപ് വർഷങ്ങളായി കണ്ട ആദ്യത്തെ മൺസൂൺ. കാറ്റ് വിശക്കുന്ന ഒരു ആത്മാവിനെപ്പോലെ അലറുന്നു. നമ്മുടെ തീ പടർന്നണയുന്നു. നമ്മൾ കുട്ടികൾക്കു ചുറ്റും കല്ലുകൾ കൂട്ടുകയും നമ്മുടെ ഷെൽട്ടറുകളിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാൻ കിടങ്ങുകൾ കുഴിക്കുകയും ചെയ്യുന്നു. അത് പ്രവർത്തിക്കുന്നില്ല. എല്ലാം നനഞ്ഞിരിക്കുന്നു. എല്ലാം ചെളിയാണ്. എല്ലാം ഭയമാണ്. എന്നിട്ടും കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ ലോകം വ്യത്യസ്തമായി കാണപ്പെടുന്നു. വായു ചതഞ്ഞ തളിരിലകളുടെ ഗന്ധത്തോടെ ശുദ്ധമായി മണക്കുന്നു.
ദൂരെയുള്ള വിറകിൽ മരങ്ങൾ മഞ്ഞുകൊണ്ട് തിളങ്ങുന്നു. ദൂരെ കഷ്ടിച്ചു കാണാൻ പറ്റുന്ന ഒരു പർവ്വതനിരക്കപ്പുറം നമുക്ക് പച്ചപ്പ് തോന്നുന്നു. പച്ച. ആ നിറം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പച്ച ഭക്ഷണമാണ്, പച്ച അഭയമാണ്, പച്ച മന്ത്രിച്ചേക്കാം. നമ്മൾ അതിലേക്ക് നീങ്ങുന്നു. വഴിയിൽ നമുക്ക് ജീവിതത്തിൻ്റെ തെളിവുകൾ കടന്നുപോകുന്നു. നമ്മുടേതല്ലാത്ത ചിതറിക്കിടക്കുന്ന കാൽപ്പാടുകൾ, ഇതുവരെ തണുപ്പിക്കാത്ത തീയിൽ നിന്നുള്ള കരി, ഉദ്ദേശത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന കടിച്ച അല്ലുകളുടെ കൂമ്പാരം. ഇവിടെ നമ്മൾ മാത്രമല്ല ഉള്ളത്. നമ്മൾ അവസാനിക്കുകയുമില്ല. ഭൂമി പരന്നു കിടക്കുകയും മണ്ണു മൃദുവാകുകയും ചെയ്യുമ്പോൾ അറേബ്യയുടെ തെക്കും തീരം പിന്തുടരുന്നു. കടലിനെ ഇടതുവശത്തും ഇന്ത്യയുടെ പ്രതീക്ഷയെ മുന്നിലും നിലനിർത്തുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്കിതുവരെ അറിയില്ല. പക്ഷെ വായു മാറിയിരിക്കുന്നു. അത് കൂടുതൽ ഭാരമുള്ളത്, കൂടുതൽ ശക്തമാണ്. ഒടുവിൽ സമുദ്രം വീണ്ടും തുറക്കുന്ന കരയുടെ അറ്റത്ത് എത്തുമ്പോൾ നമ്മൾ നിർത്തുന്നു. തിരമാലകൾ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു ഭാഷ സംസാരിക്കുന്നു. കൂടുതൽ ആഴമേറിയതും കൂടുതൽ ക്ഷമയുള്ളതുമായ ഒരു ഭാഷ. അവർക്ക് നമ്മൾ കടക്കുമെന്നറിയാവുന്നതുപോലെ. പക്ഷേ ഇതുവരെയല്ല. ഇന്ന് രാത്രി നമ്മൾ വിശ്രമിക്കുന്നു. മണലിൽ തലകൾ, കിഴക്കോട്ട് ചൂണ്ടിയ ഹൃദയങ്ങൾ. കേരളം കാത്തിരിക്കുന്നു. അറേബ്യയുടെ തെക്കൻ തീരം വിട്ടുപോകുമ്പോൾ നമ്മുടെ കാലിനടിയിലെ മണൽ ചാരനിറവും കട്ടിയേറിയതുമായി മാറുന്നു. കടലെപ്പോഴും പശ്ചാത്തലത്തിൽ പിറുപിറുക്കുന്നു. ഒരു വൃദ്ധയായ അമ്മായിയെപ്പോലെ. ഒളിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ കിഴക്കോട്ട് നടക്കുന്നു. തീരപ്രദേശത്തെ കെട്ടിപ്പിടിച്ച് ഒരു വഴിയുടെ ഏറ്റവും നേർത്ത സൂചനയ്ക്കായി എപ്പോഴും ചക്രവാളത്തിൽ സ്കാൻ ചെയ്യുന്നു. നമ്മുടെ ഉറക്കത്തിൽ നമുക്കേതാണ്ട് മണക്കാൻ കഴിയുന്ന ആ ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു വഴിയുടെ സൂചന തേടി. എന്നാൽ ആദ്യം റബ് അൽ ഖാലിയുടെ കാര്യമുണ്ട്. ശൂന്യമായ ക്വാർട്ടർ. ഇത് വെറുമൊരു മരുഭൂമിയല്ല, അതൊരു പരീക്ഷണമാണ്. ഗ്രഹം തന്നെ താഴേക്കെറിഞ്ഞ ഒരു കയ്യൊപ്പ്. മരങ്ങളില്ല, തണലില്ല. പകൽ ചൂടിൻ്റെ തകർന്ന കണ്ണാടിയും രാത്രിയിൽ തണുപ്പിൻ്റെ മരണവിറയലും. എന്തായാലും നമ്മളത് കടക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ കാലുകൾ മണലിൽ താൽക്കാലിക പ്രേതങ്ങളെ അവശേഷിപ്പിക്കുന്നു. കാറ്റിനാൽ തൽക്ഷണം മായ്ക്കപ്പെടുന്നു. മുന്നോട്ടുള്ള ഓരോ ചുവടും ഗുരുത്വാകർഷണത്തോടും പ്രതീക്ഷയോടുമുള്ള ഒരു ചർച്ചയാണ്. നമ്മൾ വിശ്രമിക്കാൻ നിൽക്കുന്നത് മറ്റൊരാളുടെ തകർന്ന അഭയകേന്ദ്രത്തിൻ്റെ ആഴമില്ലാത്ത നിഴലിലായിരിക്കും. കുറച്ചു കമ്പുകൾ പരാജയപ്പെട്ട ഒരു പ്രാർത്ഥന പോലെ നിലത്തു കുത്തിവെച്ചിരിക്കുന്നു. നമ്മൾ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കടന്നുപോകുന്നു. ചിലപ്പോൾ മൃഗങ്ങൾ. ഒരിക്കൽ ഒരു കൂട്ടം ആളുകളെ നാം കണ്ടെത്തുന്നു. അവർ പരസ്പരം പറ്റിപ്പിടിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ അസ്ഥികൾ നമ്മോട് പറയുന്നു. ആവശ്യത്തിന് വെള്ളമില്ല എന്നും കിഴക്ക് ഏതു വഴിയാണെന്ന് പലപ്പോഴും അറിയില്ല എന്നും. നമ്മൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു ദിവസം മുഴുവൻ നമ്മൾ നിശബ്ദമായി നടക്കുന്നു. വായ വരണ്ടു, ചിന്തകൾ വരണ്ടു. നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ഈ ഭൂമി കടന്നത് യാദൃച്ഛികമായോ നിരാശ കൊണ്ടോ അതോ മറ്റുദ്ദേശത്തോടെയോ ആണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. സത്യം വരാത്സ്യം മൂന്നിൻ്റെയും കുഴപ്പം നിറഞ്ഞതും നിരാശാജനകവുമായ സംയോജനവുമാണ്. നമ്മൾ മഹത്വത്തെ പിന്തുടരുകയായിരുന്നില്ല. നിൽക്കുന്നിടത്ത് തന്നെ മരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. പിന്നെ ഒരു രാത്രിയിൽ നമ്മൾ ഒരു അത്ഭുതം കണ്ടെത്തുന്നു. നക്ഷത്രങ്ങൾ. വെറും നക്ഷത്രങ്ങളല്ല, പാറ്റേണുകൾ. ആഴ്ചകളായി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ എന്തോ മനസ്സിലാക്കുന്നു. നക്ഷത്രങ്ങൾ നീങ്ങുന്നു. എല്ലാം ഒറ്റയടിക്കല്ല, ക്രമരഹിതമായല്ല, പക്ഷേ പ്രവചിക്കാനാവാത്ത തരത്തിൽ. പ്രത്യേകിച്ചൊരു കൂട്ടം കിഴക്കുള്ള പച്ചഭൂമിയിലേക്ക് തെന്നിമാറുന്നതായി തോന്നുന്നു. നമ്മളതിനെ വാലെന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ഇത് പക്ഷേ ഓറിയോണിൻ്റെ ബെൽറ്റായിരിക്കാം. പക്ഷേ അതിനുള്ള പേരുകൾ നമുക്കില്ല. വെറും കഥകൾ. വാല് കിഴക്കോട്ട് ചൂണ്ടുന്നു. അപ്പോൾ നമ്മൾ കിഴക്കോട്ടു പോകുന്നു. മുതിർന്നവരിൽ ഒരാൾ സമുദ്രത്തിനക്കരെയുള്ള കര കണ്ടിട്ടുണ്ടെന്ന് തറപ്പിച്ചു പറയുന്നു. ഉറങ്ങുന്ന ഒരു മൃഗത്തെപ്പോലെ അത് ഉയർന്നു വരുമെന്നും വായുവിൽ മാമ്പഴത്തിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും ഗന്ധമുണ്ടാകുമെന്നും അയാൾ പറയുന്നു.
അയാൾ ഭ്രാന്തനാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷേ പ്രതീക്ഷയോടെ അയാളെ വിശ്വസിക്കാനും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് പുരാതനങ്ങൾ ആരംഭിക്കുന്നത്. പകുതി തത്യം, പകുതി സൂര്യാഘാതം, പൂർണ്ണമായും ഉപയോഗപ്രദവുമായി. കാറ്റ് വീണ്ടും മാറുന്നു. അത് മത്സ്യത്തിൻ്റെയും ചീഞ്ഞഴുകലിൻ്റെയും സാധ്യതയുടെയും ഗന്ധം പോലെയാണ്. നമ്മളൊരു പാറക്കെട്ടിൻ്റെ മുനപ്പിലെത്തുന്നു. അവിടെയാണ് ഇന്ന് ഇറാനിൻ്റെയും പാകിസ്ഥാനിൻ്റെയും ഭാഗമായ മക്രാൻ തീരം. എന്നാൽ അന്ന് മറ്റൊരനിശ്ചിത ക്രോസിങ്ങിനു മുമ്പുള്ള അവസാന കരയാണിത്. ഇവിടുത്തെ കടൽ നമ്മൾ മുൻപ് കടന്നതിനേക്കാളും ശാന്തമാണ്. ടൈഡൽ കൂടുകൾ ജീവികളാൽ നിറഞ്ഞിരിക്കുന്നു. മുള്ളൻ പന്നി, ആനിമോനെ, മത്സ്യം വളരെ പരന്നതും അവർ ഗോസിപ്പ് കല്ലുകൾ പോലെയും കാണപ്പെടുന്നു. ഞങ്ങൾ രാജാക്കന്മാരെ പോലെ ഭക്ഷണം കഴിക്കുന്നു. അതായത് ആ രാത്രി ആരും കരയുന്നില്ല. പിറ്റേന്ന് രാവിലെ നമ്മൾ തടികൊണ്ട് നിർമ്മാണം ആരംഭിക്കുന്നു. മരക്കഷ്ണങ്ങൾ നന്നായിട്ട് അടുക്കി വയ്ക്കുകയും ഇത്തവണ സന്ധികളിൽ ചതച്ച മൊലസ്ക് ചെളിയും ചവച്ച പുറംതൊലിയും കൊണ്ട് തടികൾ പൂശുന്നു. നമ്മൾ കൂടുതൽ പഠിച്ചിരിക്കുന്നു. കുറച്ചു മുതിർന്നവർ ഇവിടെ തന്നെ തുടരുന്നതിനെക്കുറിച്ച് വാദിക്കുന്നു. തീരം സമ്പന്നമാണ്, മത്സ്യങ്ങൾ സമൃദ്ധവുമാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഈ യാത്ര പൂർത്തിയാക്കിയിട്ടില്ലെന്ന്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു രണ്ടാമത്തെ മികച്ച ക്രോസിംഗ്. ഇതെളുപ്പമാണ്, പക്ഷേ ഇപ്പോഴും ഭയങ്കരമാണ്. തിരമാലകൾ നമ്മുടെ മുഖത്ത് തട്ടുന്നു. അവയ്ക്ക് ദേഷ്യം വന്നതുപോലെ നമ്മൾ തിരിച്ചു പോകാൻ ആലോചിക്കുന്നു. കുട്ടികൾ നിലവിളിക്കുന്നു. മുതിർന്നവർ അങ്ങനെ ചെയ്തില്ലെന്ന് നടിക്കുന്നു. നിരാശയോടെ ഞാൻ റാഫ്റ്റിൽ പിടിച്ചു. ആഫ്രിക്ക മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രം മന്ത്രിക്കുന്നു. ചർമ്മം, അസ്ഥി, വെള്ളം, ആകാശം, നമ്മെ പൂർണ്ണമായി നിലനിർത്തുക. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്. മൂന്നാം ദിവസം നൂറുകണക്കിന് പക്ഷികൾ ചക്രവളത്തിൽ ഒരു പച്ചപ്പുള്ളിക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് നമ്മൾ കാണുന്നു. ഭൂമി, പടിഞ്ഞാറൻ ഇന്ത്യ, ഗുജറാത്ത്, അതിനൊന്നും നമുക്ക് പേരുകളില്ലെങ്കിലും ഭൂമി സൗമ്യമായ ചരിവുകളിൽ ഉയർന്നു നിൽക്കുകയും നനഞ്ഞ സുഗന്ധമുള്ള പച്ചയായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് മണ്ണാണ്. അത് നനഞ്ഞ കേക്ക് പോലെ നമ്മുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ചൂടാണ്. അറബിക് ചൂട് പോലെയല്ല, ഇത് ഈർപ്പമുള്ള ചൂടാണ്. മറ്റൊരാളുടെ ശ്വാസത്തിലൂടെ നടക്കുന്നത് പോലെ. നമ്മൾ ടമാരിൻഡ് മരങ്ങളുടെ ചുവട്ടിൽ തളർന്നിരിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി ചിരിക്കുന്നു. പക്ഷേ ഒരിക്കലും ഇന്ത്യ ശൂന്യമല്ല. തീരം പിന്തുടർന്ന് തെക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അടയാളങ്ങൾ കാണാൻ തുടങ്ങുന്നു. നമ്മുടെ കാലടിപ്പാടുകൾ പൊരുത്തപ്പെടുന്നില്ല. ഇപ്പോഴും തീയുടെ ഗന്ധമുള്ള കരി, മുൻപ് പൂർവികരുടെ പരിക്ക് പൊട്ടിയ കല്ലുകൾ. ഏറ്റവും കൗതുകകരമായ സംഭവം എന്നത് ശവശരീരങ്ങൾ കെട്ടി ഉയർത്തുന്നവ. അത് ക്രമരഹിതമായ കൂമ്പാരങ്ങളല്ല, മനഃപൂർവ്വമായി ചിട്ടപ്പെടുത്തിയവയായിരുന്നു അവ. ചിപ്പിയകളും അസ്ഥികളും തിളങ്ങുന്ന കല്ലുകളും കൊണ്ട് അലങ്കരിച്ചവ. ഇവ നമ്മളെപ്പോലുള്ള മറ്റു ഹോമോസാപ്പിയൻസുകളാണോ അതോ അകന്ന ബന്ധുക്കളാണോ എന്ന് പുരാതത്വ ഗവേഷകർ ഇപ്പോഴും വാദിക്കുന്നു. ഒരുപക്ഷെ ഡെനിസോവന്മാർ, അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു ആരംഭശാഖ. ഉപകരണങ്ങൾ കള്ളം പറയുന്നില്ല, അവ സ്വയം വിശദീകരിക്കുകയുമില്ല. നമ്മളിപ്പോൾ അവരുടെ ക്യാമ്പുകൾ ഒഴിവാക്കുന്നു. ആതിഥ്യം ചോദിക്കാനോ വാഗ്ദാനം ചെയ്യാനോ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല. രാത്രിയിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ ഡ്രമ്മുകൾ വേട്ടയാടുന്നു. യഥാർത്ഥമല്ല, തലച്ചോറിൽ പ്രതിധ്വനിക്കുന്നു. നടക്കുമ്പോൾ നമ്മൾ മൂളാൻ തുടങ്ങുന്നു. നമ്മുടെ എല്ലുകൾക്കിടയിൽ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ നെഞ്ചിൽ നിന്നും താളങ്ങൾ ഉയരുന്നു. നമ്മളിൽ ചിലർ വരയ്ക്കാൻ തുടങ്ങുന്നു. ശരീരങ്ങൾ, കല്ലുകൾ, മരങ്ങൾ എന്നെല്ലാം. ഒരു സ്ത്രീ ദിവസങ്ങളോളം ചർമ്മത്തിൽ കറപുരണ്ടിയൊരു ചുവന്ന മണ്ണ് കണ്ടെത്തുന്നു. മറ്റൊരാൾ വണ്ടുകളെ എങ്ങനെ ചതച്ച് നീലയാക്കാമെന്ന് കണ്ടുപിടിക്കുന്നു. ഇത് കുഴപ്പം പിടിച്ചതാണ്, ഇത് മികച്ചതാണ്, ഇത് കലയുടെ തുടക്കമാണ്. എന്നിരുന്നാലും നമ്മൾ അതിനെ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നില്ല. നമ്മളതിനെ വിരസതയാൽ മരിക്കുന്നില്ല എന്ന് വിളിക്കുന്നു. പക്ഷേ മറ്റൊന്ന് മാറുന്നുണ്ട്. നമ്മൾ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുടങ്ങുന്നു. അവരെ പിന്നിൽ ഉപേക്ഷിക്കുക മാത്രമല്ല, ആഴം കുറഞ്ഞ കുഴികൾ കുഴിക്കുന്നു, തലയിൽ കല്ലുകൾ വയ്ക്കുന്നു. ചിലപ്പോൾ അവരുടെ വാരികൾക്കിടയിൽ ഒരു പ്രിയപ്പെട്ട ഉപകരണം തിരുകുന്നു. പിന്നീട് നമ്മളിപ്പോൾ എന്തെങ്കിലും വിശ്വസിക്കുന്നു എന്നതിൻ്റെ നിശബ്ദമായ ഒരു സമ്മതമാണിത്. ശ്വാസം നിലയ്ക്കുന്നതിന് ശേഷം, പ്രാണികൾ വന്നതിന് ശേഷം, ഒരുപക്ഷെ മറ്റൊരു ജീവിതം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഓർമ്മ മാത്രം. ഒരു മുതകലിൽ നമ്മൾ ഒരു കയർ നിർമ്മിക്കുന്നു. കല്ലുകൾ അടുക്കി വയ്ക്കുന്നു, തൂവലുകൾ തൂക്കിയിടുന്നു. അതിലൂടെ കാറ്റ് വിസിൽ മുഴക്കുന്നു. ആരോ പറയുന്നു, അത് നമ്മുടെ അമ്മയുടെ ശബ്ദം പോലെ തോന്നുന്നു.
അടുത്ത ഗോത്രം കണ്ടുപിടിക്കുന്നതിനായി നമ്മളത് അവിടെ ഉപേക്ഷിക്കുന്നു. വാക്കുകളില്ലാത്ത ഒരു സന്ദേശം, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ നിങ്ങളെ ഓർത്തിരുന്നു. മൺസൂൺ മുന്നറിയിപ്പില്ലാതെ എത്തുന്നു. ഒരു മൃദുവായ ചരിവിൽ നമ്മൾ ഉറങ്ങുകയാണ്. വറുത്ത മത്സ്യവും കാട്ടിഞ്ചിയുടെ വേരും കൊണ്ട് വയറുകൾ നിറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് വായു കട്ടിയുള്ളതും വൈദ്യുതവുമായി മാറിയത്. ഇലകൾ നിശ്ചലമായി. കാട് ശ്വാസം അടക്കിപ്പിടിച്ചതുപോലെ. പിന്നെ ഇടിമുഴക്കം. വിദൂരവും മാന്യവുമായ തരത്തിലുള്ളതല്ല, മറിച്ച് എല്ലുകൾ വിറപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. നമ്മൾ പരക്കം പായുന്നു. മരത്തൊരിയിലുണ്ടാക്കിയ തൊട്ടിലിൽ പൊതിഞ്ഞ കുഞ്ഞുങ്ങൾ പുണ്യവസ്തുക്കളെപ്പോലെ ഉപകരണങ്ങളെടുത്ത് ഓടുന്നു. നമുക്ക് സ്വന്തമല്ലാത്ത ആടുകളെക്കുറിച്ച് ആരോ നിലവിളിക്കുന്നു. ആകാശം പിളരുന്നു. ഒരു ശിക്ഷ പോലെ മഴ പെയ്യുന്നു. മൺസൂൺ മഴ അറിയുന്നതുവരെ നിങ്ങൾ ഒരിക്കലും മഴ അറിഞ്ഞിട്ടില്ല. അത് വീഴുന്നില്ല, അത് ആക്രമിക്കുന്നു. അത് മരങ്ങളെ വശങ്ങളിലേക്ക് അടിച്ചു വീഴ്ത്തുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നു. വരണ്ട നദികളെ നിലവിളിക്കുന്ന രാക്ഷസന്മാരാക്കി മാറ്റുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ തീ ഇല്ലാതായി. ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മുഴുവൻ ക്യാമ്പും ഖേദത്തിൻ്റെ ഒരു കുളമാണ്. എന്നിട്ടും ഗുഹകൾ ഉള്ളത് കാരണം നമ്മൾ മരിക്കുന്നില്ല. ഒരു കമ്പ് മൂർച്ച കൂട്ടാൻ പോലും പ്രായമാകാത്ത ആൺകുട്ടികളിൽ ഒരാൾ കുന്നിൽ ഒരു വിടവ് കാണുന്നു. നനഞ്ഞും വിറച്ചും നമ്മൾ അതിലേക്ക് ഓടുന്നു. അകത്ത് അത് നനഞ്ഞും പൂപ്പൽ പിടിച്ചതുമാണ്. ചത്ത വസ്തുക്കളുടെ നേരിയ ഗന്ധമുണ്ട്, പക്ഷെ അതൊരു അഭയസ്ഥാനമാണ്. ആ കുട്ടിക്ക് ഒരാഴ്ചത്തേക്ക് അധികം കൂണ് ലഭിക്കുന്നു. ഒരു പിളിപ്പേരും തവളക്കണ്ണുങ്ങൾ. 5 ദിവസത്തേക്ക് മഴ നിർത്തുന്നില്ല. പുറത്ത് നദികൾ നിറഞ്ഞൊഴുകുന്നു. മരങ്ങൾ വീഴുന്നു. മുറിവേറ്റ പൂർവികരെപ്പോലെ കാറ്റലറുന്നു. അകത്ത് നമ്മൾ കഥകൾ പറയുന്നു. ആരോ ചുമരിൽ കരികൊണ്ട് സർപ്പിളങ്ങൾ വരയ്ക്കുന്നു. സമയം കളയാൻ വേണ്ടി നമ്മളൊരു പുതിയ ഗാനം കണ്ടുപിടിക്കുന്നു. മൺസൂൺ ചക്രങ്ങളായിരിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെയുള്ള ആദ്യകാല മനുഷ്യക്കുടിയേറ്റ പാതകളെ നയിച്ചിരുന്നത് എന്ന് നരവംശശാസ്ത്രജ്ഞർ ഇപ്പോൾ വിശ്വസിക്കുന്നു. സീസണൽ മഴ ഭൂമിയെ നനയ്ക്കുക മാത്രമല്ല ചെയ്തത്, അവർ മണ്ണിനെ കൊത്തിയെടുത്തു, പോഷിച്ചു, ക്ഷണിച്ചു. നമ്മൾ പിന്തുടർന്ന ആ പച്ച വാഗ്ദാനം ഇതാണ്. അതിനോടൊപ്പം അട്ടകളും വരുന്നു. ഒടുവിൽ മഴ മന്ദഗതിയിലാകുമ്പോൾ ചളിയിലും ചെറിയ രക്തച്ചൊരിച്ചുകളിലും പൊതിഞ്ഞ് നനഞ്ഞ പ്രേതങ്ങളെപ്പോലെ നമ്മൾ പുറത്തുവരുന്നു. കാടിന് പല്ലുകളുണ്ടെന്ന് ആരോ തമാശ പറയുന്നു. അവർ തെറ്റുകാരനല്ല. നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ തെക്കോട്ടും അല്പം ഉൾനാടിലേക്കും പിന്നീട് പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്ന ഒരു പർവ്വതനിരയിലേക്ക് നീങ്ങുന്നു. സിന്നിനേക്കാൾ പഴക്കമുള്ളതും അത്രമേൽ നാടകീയവുമായ ഒരു പർവ്വതനിര. നിലം ക്രമേണ ഉയരുന്നു. മരങ്ങൾ കൂടുതൽ തിങ്ങി നിറയുന്നു. എല്ലാ ശാഖകളിലും തൂങ്ങിക്കിടക്കുന്ന കിംവദന്തികൾ പോലെയുള്ള വള്ളികൾ പോലെ. ഇതൊരു പുതിയ തരം വെല്ലുവിളിയാണ്. എന്നാൽ അത് കുറച്ച് ആശ്വാസകരവുമാണ്. കാട് ജീവനുള്ളതും ഉച്ചത്തിലുള്ളതും നിഷേധിക്കാനാവാത്ത വിധത്തിൽ ഉദാരവുമാണ്. മാമ്പഴങ്ങൾ പഴങ്ങളാൽ ചാഞ്ഞു നയുന്നു. നമ്മുടെ പാതയിലൂടെ അരുവികൾ പാമ്പുകളെ ഓടിക്കുന്നു. തെളിഞ്ഞതും തണുപ്പുള്ളതും മത്സ്യങ്ങളാൽ നിറഞ്ഞതും. പക്ഷികൾ മുകളിൽ നിന്ന് നമ്മളെ നോക്കി ആക്രോധിക്കുന്നു. ചിലത് മുന്നറിയിപ്പ് നൽകുന്നു, ചിലത് അവർക്ക് കഴിയുമെന്നതുകൊണ്ടുമാണ്. നമ്മൾ വേഗത്തിൽ പഠിക്കുന്നു. ആ അവ്യക്തമായ ഇലകൾ തൊടരുത്, അവ കുത്തുന്നതാണ്. തിളങ്ങിയ ബെറികൾ കഴിക്കരുത്, അവ നിങ്ങളുടെ വയറിനെ പറ്റില്ല. തവളകൾ നിശബ്ദമാണെങ്കിൽ പല്ലുകളുള്ള എന്തെങ്കിലും സമീപത്തുണ്ട്. കാറ്റ് പെട്ടെന്ന് നിലച്ചാൽ താഴേക്കോടുക, കാരണം അതിനർത്ഥം ഒരു മരം വീഴുന്നുവെന്നാണ്. പക്ഷേ നിങ്ങളുടെ തലയിലേക്കായിരിക്കാം. ഒരു രാത്രി നമ്മളൊരു നദിയുടെ സമീപത്ത് ക്യാമ്പ് ചെയ്യുന്നു. രാത്രി മുല്ലപ്പൂവിൻ്റെ മധുരമുള്ള വായു. തീ മാന്യമായി നൃത്തം ചെയ്യുന്നു. ഭയത്തിൻ്റെ രുചി എന്താണെന്ന് നമ്മൾ ആരാഞ്ഞു മറന്നിരിക്കുന്നു. പിന്നെ നമുക്കത് കേൾക്കാം. ഒരു താഴ്ന്ന നനഞ്ഞ മുരളൽ. നമ്മൾ മരവിക്കുന്നു. ഓരോ രോമവും ഓരോ ശ്വാസവും ഓരോ ഹൃദയമിടിപ്പും നമ്മൾ അനക്കമില്ലാതെ നിൽക്കുന്നു. കടുവ സ്വയം പ്രത്യക്ഷപ്പെടുന്നില്ല. വെളിച്ചത്തിൻ്റെ അരികിൽ വട്ടമിട്ടു. ഞങ്ങളെ ചലിപ്പിക്കാൻ ധൈര്യപ്പെടുത്തുന്നു. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. രാത്രി മുഴുവൻ
നമ്മൾ അനങ്ങിയില്ല. രാത്രി മുഴുവൻ നമ്മളിരുന്നു, പരസ്പരം പുറംതിരിഞ്ഞ് പുറത്തേക്ക് നോക്കി, കയ്യിൽ വിറയ്ക്കുന്ന കുന്തങ്ങളുമായി. രാവിലെ അത് പോയി. നമ്മൾ മാംസം പിന്നിൽ ഉപേക്ഷിക്കുന്നു. ഒരു സമ്മാനം, ഒരു കൈക്കൂലി, അല്ലെങ്കിൽ സൂപ്പായി മാറ്റാത്തതിന് ഒരു നന്ദി സൂചകം. കുടിയേറ്റ സമയത്ത് ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് നേരത്തെ വേട്ടക്കാരുമായി ഇടപഴകിയത് എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. നമ്മൾ ഇരയായിരുന്നോ, പ്രതിരാളികളോ, കൗതുകങ്ങളോ? തിടുക്കത്തിൽ തിങ്ങിനിറഞ്ഞ ഞങ്ങളുടെ ക്യാമ്പും ആ രാവിലെ സംശയാസ്പദമായി വിടർന്ന കണ്ണുകളുള്ള നിശബ്ദതയും വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഇരയാണ്. കാട്ടിലൂടെ നടക്കുന്ന രീതി നമ്മൾ പരിഷ്കരിക്കാൻ തുടങ്ങുന്നു. എപ്പോഴും മുന്നിലൊരാൾ, ഒരു വടികൊണ്ട നിലത്തടിച്ചുകൊണ്ടും പിന്നിൽ 2 പേർ മരങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും. ഓരോ കുറച്ചു മണിക്കൂറിലും നമ്മൾ നിർത്തി വിസിൽ മുഴക്കുന്നു. ഞങ്ങളുടെ റഡാറിൻ്റെ പതിപ്പ്. കുരങ്ങുകൾ നമ്മെ അനുകരിച്ച് മോശമായി പെരുമാറുന്നതിലൂടെ കാട് തിരികെ ഉത്തരം പറയുന്നു. നമ്മൾ വിചിത്രമായ ശിലാരൂപങ്ങളിലൂടെ കടന്നുപോകുന്നു. പ്രകൃതിക്ക് വളരെ കോണിയലും നമുക്ക് വളരെ പരുക്കനുമായാണ്. പുരാതന ഷെൽട്ടറുകൾ ബഹുപക്ഷേ നമുക്ക് മുന്നുവന്ന് മൂടൽമഞ്ഞുപോലെ അപ്രത്യക്ഷമായ ഒരു കൂട്ടത്തിൻ്റെ സൃഷ്ടിയായിരിക്കാം. നമ്മൾ നിൽക്കുന്നില്ല, പകരം നമ്മൾ മരങ്ങളിൽ ചിഹ്നങ്ങൾ കൊത്തുന്നു. നമുക്ക് മാത്രം മനസ്സിലാകുന്ന അടയാളങ്ങൾ. സുരക്ഷിത ക്യാമ്പിന് ഒരു സർപ്പിളം, വളരെയധികം പാമ്പുകൾ എന്നതിന് ഒരു ചരിഞ്ഞ കുരിശ്, നല്ല കൂണുകൾ പക്ഷേ ഭാമത്തികത സാധ്യമാണ് എന്നതിന് ഒരു ത്രികോണം. അത് എഴുതുന്നില്ല, ഇതുവരെയില്ല, പക്ഷേ അത് നമ്മുടേതാണ്. ഒരു വൈകുന്നേരം നമ്മളൊരു ആഴം കുറഞ്ഞ അരുവി മുറിച്ചു കടക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വഴുതി ഒഴുകിപ്പോയി. എല്ലാവരും പരിഭ്രാന്തരായി. നമ്മൾ 4 പേരും ചാടി വീഴുന്നു. കൈകൾ വിറയ്ക്കുന്നു. കാലുകൾ നദിയിലെ പാറകളിൽ ഇടിക്കുന്നു. ഒഴുക്ക് വഞ്ചനാത്മകമാണ്. കാത്തിരിക്കുന്ന പാമ്പിനെപ്പോലെ വേഗമുള്ളതും ചുരുണ്ടതുമാണ്. ചുമയും മുറിവേറ്റും ജീവനോടെ നമ്മൾ കുട്ടിയെ പുറത്തേക്ക് വലിച്ചിടുന്നു. അതിനുശേഷം നമ്മൾ വള്ളികൾ കയറിൽ കെട്ടാൻ തുടങ്ങുന്നു. നമ്മിലെ ചെറുവർക്കുവേണ്ടി നമ്മൾ കവചങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊരു ചെറിയ പുതുമയാണ്, പക്ഷേ ഒരു വലിയ കുതിച്ചാട്ടമാണ്. സങ്കീർണമായ ദീർഘവീക്ഷണത്തിൻ്റെ ആദ്യകാല തെളിവായി പിൽക്കാല നരവംശശാസ്ത്രജ്ഞന്മാർ ഈ തരത്തിലുള്ള പൊരുത്തപ്പെടലിനെ ചൂണ്ടിക്കാണിക്കും. പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവിനു മാത്രമല്ല, തയ്യാറെടുക്കാനുള്ള കഴിവിനും ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനും, അപകടം കടിക്കുന്നതിന് മുൻപ് അത് കാണാനുള്ള കഴിവിനും, ചിലപ്പോൾ അതിനെ മറികടക്കാനുള്ള കഴിവിനും. ഇപ്പോൾ ഒരു ദിവസം കേരളത്തിൻ്റെ വടക്കൻ കാടുകളാകാൻ പോകുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പരിപക്ഷേ ഇന്നത്തെ വയനാടായിരിക്കാം. നമുക്ക് പേരറിയില്ല, പക്ഷേ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം അനുഭവപ്പെടുന്നു. ഈർപ്പം, പച്ച, ജാഗ്രത. ഓരോ കാലടിയും പക്ഷികളുടെ പാട്ടോ അല്ലെങ്കിൽ കാണാത്ത പന്നികളുടെ ശബ്ദമോ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മറ്റൊരു ഗുഹ കണ്ടെത്തുന്നു. അത് കൂടുതൽ ആഴമുള്ളതും വരണ്ടതും കൂടുതൽ സ്ഥിരമായതുമാണ്. അവിടെ രക്തവും ചാരവും പോലെ തോന്നിക്കുന്ന വസ്തുക്കൾ കൊണ്ട് വരച്ച ഒരു കൈപ്പതിയുണ്ട്. നമ്മുടേതാകാൻ വളരെ ചെറുതുമാണ്, പുതിയതാകാൻ വളരെ പഴക്കമുള്ളതുമാണ്. നമ്മൾ നമ്മുടെ കൈകൾ അതിനരികിൽ അമർത്തുന്നു, എന്നിട്ട് മുന്നോട്ടു പോകുന്നു. കേരളം ഇപ്പോൾ മന്ത്രിക്കുന്നു. വാക്കുകളിലല്ല, പക്ഷെ വള്ളികളിലും കാറ്റിലും നക്ഷത്രങ്ങളിലെ പാറ്റേണുകളിലുമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. മൂടൽമഞ്ഞും രഹസ്യങ്ങളും കൊണ്ട് മൂടപ്പെട്ട് ഉറങ്ങുന്ന ഭീമന്മാരെപ്പോലെ പർവ്വതങ്ങൾ ഉയർന്നുവരുന്നു. വരണ്ട സവന്നകളിൽ നിന്ന് ഇടിമിന്നൽ കൊണ്ട് വീർത്ത കാടുകളിലേക്ക് നമ്മൾ വളരെ ദൂരമെത്തിയിരിക്കുന്നു. പക്ഷേ ഇതെന്താണ്? ഇത് വ്യത്യസ്തമാണ്. പശ്ചിമഘട്ടം വെറും കുന്നുകളല്ല, അവയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നു. നനഞ്ഞ പച്ചപ്പിൽ പൊതിഞ്ഞ ചരിവുകളിലേക്കും
വിരസമായ ദൈവങ്ങൾ കെട്ടിയ കയറുകൾ പോലുള്ള വള്ളികളിലേക്കും നമ്മൾ നോക്കുന്നു. മാൻപാതകളിലും വീണുകിടക്കുന്ന മരക്കഷ്ണങ്ങളെയും പോലെ പാത ഇടുങ്ങിയതായി മാറുന്നു. നിലം കാലിനടിയിൽ വഴുതി വീഴുന്നു. നമ്മുടെ കാൽവിരലുകളിൽ ചെളി പുരണ്ടി നിൽക്കുന്നു. പായൽ കൊണ്ട് മങ്ങിയ ഇലകൾ, സ്ഥിരതയുള്ളതായി നടിക്കുന്ന പാറകൾ. എന്നിട്ടും നമ്മൾ മുകളിലേക്ക് കയറുന്നു. പതുക്കെ വലിപ്പമുള്ള പല്ലികളെപ്പോലെ കുനിഞ്ഞു കയറുന്നു. ഓരോ കുറച്ചു മിനിറ്റിലും ആരെങ്കിലും ഒരു മുള്ളുചെടിയെ ശപിക്കുന്നു, അല്ലെങ്കിൽ കാലിൽ കയറുന്ന ഒരട്ടയെ ശ്വാസം മുട്ടിക്കുന്നു. ഒരു ഘട്ടത്തിൽ കരയിലെ ഭീമനട്ടയെ നീക്കം ചെയ്യാൻ നമ്മൾ നിർത്തുന്നു. നിങ്ങളുടെ വിരലിനേക്കാൾ നീളമുള്ളതാണത്. അതിനവകാശമില്ലാത്തതിനേക്കാൾ തടിച്ചതുമാണ്. അതിന് പേരിടുന്നതിനെക്കുറിച്ചും അത്താഴത്തിന് ക്ഷണിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ തമാശ പറയുന്നു. പക്ഷേ അതിറങ്ങിപ്പോയി. നന്ദി. ഇവിടെ വായു വ്യത്യസ്തമാണ്, കനത്തത്. തകർന്ന വേരുകൾ, പൂക്കുന്ന ഇഞ്ചി, പഴയ മരങ്ങളുടെ നിശബ്ദമായ അഴുകലുകൾ എന്നിവയാൽ സുഗന്ധം പരത്തിയിരിക്കുന്നു. അതൊരു വിധത്തിൽ പ്രേതബാധ പോലെ തോന്നുന്നു. കാട് പങ്കിടാൻ തയ്യാറാകാത്ത ഒന്നോർമ്മിക്കുന്നതുപോലെ. നമ്മൾ ഒരു വിശാലമായ വരമ്പിൽ താവളമടിച്ചു. മണിക്കൂറുകളായി കണ്ട ഒരേയൊരു പരന്ന നിലമാണിത്. കാഴ്ച അതിശയകരമാണ്. ഗോസിപ്പ് പോലെ മരച്ചില്ലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മേഘങ്ങൾക്കടിയിൽ അനന്തമായ പച്ചപ്പുറുണ്ടുകൂടുന്നു. നിങ്ങൾ കണ്ണു ചിമ്മിയാൽ നിങ്ങൾക്ക് അറബിക്കടലിൻ്റെ അറ്റം കാണാൻ കഴിയും. നമ്മൾ പകുതി ഭൂഖണ്ഡം കടന്നിരിക്കുന്നു, പക്ഷേ അതിപ്പോഴും യഥാർത്ഥമായി തോന്നുന്നില്ല. ആ രാത്രിയിൽ എന്തോ അലറുന്നു. ഒരു വ്യക്തിയല്ല, നമുക്കറിയാവുന്ന ഒരു മൃഗമല്ല. അത് മുന്നറിയിപ്പ് പോലെയോ ഒരു ക്ഷണക്കത്ത് പോലെയോ മലയിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന ഒരു നിലവിളിയാണ്. നമ്മൾ തീക്ക് ചുറ്റും കൂടുന്നു. ആരോ ഒരു താരാട്ട് പാടുന്നു. മറ്റൊരാൾ ഒരു വടി മൂർച്ചയാക്കുന്നു. ആരും ഉറങ്ങുന്നില്ല. ചരിത്രാതീത ഇന്ത്യയിലെ വേട്ടക്കാരെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ഈ ഭാഗങ്ങളിൽ കടുവകളും പുള്ളിപ്പുലികളും കറുത്ത പാന്തറുകൾ വരെ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. പക്ഷേ ആ ശബ്ദമോ? അത് വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ വംശനാശം സംഭവിച്ച ഒരു വലിയ പൂച്ചയായിരിക്കാം. അല്ലെങ്കിൽ അതിലും മോശമായ മറ്റെന്തെങ്കിലുമായിരിക്കാം. കാടിൻ്റെ തന്നെ പ്രതിധ്വനിയായിരിക്കാം. പിറ്റേ ദിവസം രാവിലെ മുകളിലേക്ക് കയറുമ്പോൾ കണങ്കാലുകളിൽ മൂടൽമഞ്ഞു ചുരുണ്ടുകൂടുന്നു. നമ്മൾ ഷോല വനത്തിലേക്ക് പ്രവേശിക്കുന്നു. കുന്നുകളുടെ മടക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇടതൂർന്ന പായൽ മറഞ്ഞ കാടുകളുടെ ഒരു കൂട്ടമാണിത്. മേലാപ്പ് സൂര്യനെ പച്ചക്കഷ്ണങ്ങളാക്കി ഫിൽട്ടർ ചെയ്യുന്നു. മരക്കൊമ്പുകളിൽ രഹസ്യങ്ങൾ പോലെ കൂണുകൾ വിരിയുന്നു. ഇവിടുത്തെ നിശബ്ദത കട്ടിയുള്ളതാണ്. തുള്ളികൾ വീഴുന്ന വെള്ളവും കാറ്റിൽ മാറുന്ന മരങ്ങളുടെ മന്ദഗതിയിലുള്ള ശബ്ദവും മാത്രം. പാറ്റേണുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. വിചിത്രമായ താളത്തിൽ ആവർത്തിക്കുന്ന പക്ഷികളുടെ ശബ്ദങ്ങൾ, മനഃപൂർവ്വം അടുക്കി വച്ചിരിക്കുന്ന കല്ലുകൾ, മനുഷ്യ ഉയരത്തിൽ പുറത്തൊലിയിലെ പോറലുകൾ. പക്ഷേ ഇവിടെ ആദ്യം മറികടക്കുന്നത് നമ്മളായിരിക്കുകയില്ല. ആ ഉച്ചതിരിഞ്ഞ് നമ്മൾ ഒരു നദിയിലെത്തുന്നു. വീതിയില്ല, പക്ഷേ വേഗമുള്ളത്. കോപാകുലൻ. എന്തോ വൈകിയതുപോലെ അത് മലയിലൂടെ താഴേക്ക് ഇരച്ചു കയറുന്നു. വ്യക്തമായ ഒരു ക്രോസിംഗ് ഇല്ല. വഴുവഴുപ്പുള്ള പാറകളും അഹങ്കാരികളായ പ്രതീക്ഷകളും മാത്രം. എന്തായാലും നമ്മൾ ശ്രമിക്കുന്നു. നമ്മുടെ പുതിയ വള്ളി ആയുധങ്ങളുമായി കയറുകെട്ടി ഒരു കാട്ടുമൃഗത്തെപ്പോലെ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്നു. എന്റെ കാൽ വഴുതുന്നു. ആരോ അലറുന്നു. നമ്മൾ ഒരുമിച്ചു വലിക്കുന്നു. കൈകാലുകളുടെയും ശാപങ്ങളുടെയും ഒരു കൂട്ടം. പക്ഷെ നമ്മളത് മറികടക്കുന്നു. നനഞ്ഞു, ചതഞ്ഞു, പക്ഷേ കേടുകൂടാതെ. കഷ്ടിച്ച്. ആ രാത്രിയിൽ എല്ലാവരും ഒരു മുളങ്കാടിൽ ഒത്തുകൂടി. നമ്മൾ വിറയ്ക്കുന്നു. കല്ലുകൾ ഒരിക്കലുമുണ്ടാകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കല്ലുകൾ എടുക്കുകയും ചെയ്യുന്നു. മൂപ്പന്മാരിൽ ഒരാൾ ഒരു അസംസ്കൃത ചങ്ങാട ചിഹ്നം ഒരു വടിയിൽ കുത്തി തീയുടെ അരികിൽ സ്ഥാപിക്കുന്നു. ഒരു നന്ദി, അല്ലെങ്കിൽ നദീദേവങ്ങൾക്കൊരു പ്രണാമമാകാം. ഇന്നത്തെ പണ്ഡിതന്മാർ ഈ നദി മുറിച്ചുകടക്കലുകളും സഹകരണത്തിന്റെ ആവശ്യകതയും നമ്മുടെ ആദ്യകാല സാമൂഹിക ഘടനകളെ വികസിപ്പിക്കാൻ സഹായിച്ചു എന്ന് നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ പിന്നിലുള്ള വിഡ്ഢിയെ കയറുപിടിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു മിന്നൽ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ കയറുപിടിച്ച് ഇപ്പോഴും ലഘുഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിഡ്ഢിയാണെങ്കിൽ നമ്മൾ ചതവുകളാൽ ബന്ധിതരാകുന്നു. തീയിൽ വറുത്ത കൂണുകളും അവിടെ കാലുകുത്തരുത്, അത് കടിക്കും എന്നതുപോലുള്ള വരികൾ ഉപയോഗിച്ച് സ്ഥലത്തിൻ കണ്ടുപിടിച്ച ഗാനങ്ങളും. 5-ാം ദിവസമാകുമ്പോഴേക്കും ഭൂപ്രദേശം അല്പം പരന്നതാകുന്നു. ഘാട്ടുകളുടെ നട്ടല്ല് എന്ന് തോന്നുന്നിടത്ത് ഞങ്ങളെത്തുന്നു. തണുത്ത വായു,
പവിത്രമായ നിശ്ചലത. ഇവിടെ കാട് ഒരു തിരശീല പോലെ പിളരുന്നു. മൃദുവായ പുല്ലിൽ കൊതിഞ്ഞതും പൂക്കുന്ന മരങ്ങൾ നിറഞ്ഞതുമായ ഒരു പീഠഭൂമി വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു, ഒരു രാത്രിക്ക്. പക്ഷേ ഭൂമിക്ക് മറ്റു പദ്ധതികളുണ്ട്. മുന്നറിയിപ്പില്ലാതെ മിന്നൽ ആകാശത്ത് വിള്ളൽ വീഴ്ത്തുന്നു. മിന്നലേടിയില്ല, മാന്യമായ ചാറ്റൽ മഴയില്ല, മിന്നലും തീയും മാത്രം. മിനിറ്റുകൾക്കുള്ളിൽ മരങ്ങൾ കത്തുന്നു. നമ്മുടെ ക്യാമ്പിലേക്ക് ഒരു ഓറഞ്ച് തീരാക്ഷസൻ ഓടുന്നു. നമ്മൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം എടുത്തു ഓടുന്നു. കുട്ടികളെ തോളിൽ തൂക്കിയിരിക്കുന്നു. നമ്മുടെ ഭക്ഷണക്കെട്ടുകൾ ഉപേക്ഷിക്കപ്പെടുന്നു. മുമ്പ് കണ്ടതിനേക്കാൾ വേഗത്തിൽ തീ നീങ്ങുന്നു. അത് നമ്മെ വ്യക്തിപരമായി അറിയുന്നതുപോലെ മരത്തിൽ നിന്ന് മരത്തിൽ ചാടുന്നു. പുക നമ്മെ അന്ധനാക്കുന്നു. ചാരം നമ്മെ ശ്വാസം മുട്ടിക്കുന്നു. പിന്നിലെവിടെയോ ആരോ അലറുന്നു. അതവിടെ നിർത്തുന്നില്ല. ഒരു പാറക്കെട്ടിൽ നമ്മൾ അഭയം കണ്ടെത്തുന്നു. നനഞ്ഞതും ഇടുങ്ങിയതുമായ ഒരു താഴ്ന്ന ഗുഹ. 8 പേർക്ക് മാത്രം കയറാൻ. ഭയാനകമായ വേരുകൾ പോലെ നമ്മൾ അതിൽ തിങ്ങി നിറയുന്നു. പുറത്ത് ആകാശം ചുവന്നു തിളങ്ങുന്നു. മരങ്ങൾ വീഴുന്നു. ലോകം വേവിച്ച മണ്ണിന്റെ ഗന്ധം പോലെയാണ്. പിന്നെ നിശബ്ദത. ശാന്തമല്ല, വെറുതെ ശൂന്യമായി. രാവിലെ നമ്മൾ കണ്ണു ചിമ്മി ചാരം പുരണ്ട് പൊള്ളയേലത്തോടെ മറ്റത്തോടെ കോർത്തുവരുന്നു. പ്ലാറ്റോ കരിഞ്ഞുപോയി. മരങ്ങൾ സ്കെലട്ടൻ പോലെ നിൽക്കുന്നു. വളരെയധികം നഷ്ടത്തിനു ശേഷം വരുന്ന ആ ഭയാനകമായ നിശബ്ദതയിലാണ് വായു. നമ്മൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നടക്കുന്നു, സംസാരിക്കുന്നില്ല. അതുൾക്കൊള്ളുന്നു. നമുക്ക് നഷ്ടപ്പെട്ടവരെ കുഴിച്ചിടുന്നു. കിഴക്കോട്ടഭിമുഖമായ ഒരു കുന്നിന്റെ മുകളിൽ ഒരാൾ ശവക്കുഴിയിൽ ഒരു കൊത്തിയടക്ക് പ്രതിമ ഉപേക്ഷിക്കുന്നു. വളരെയധികം കാലുകളുള്ള ഒരു അസംസ്കൃത മൃഗം. ഒരുപക്ഷെ ആദരാഞ്ജലി, ഒരുപക്ഷെ മുന്നറിയിപ്പ്. ആരും വിശദീകരിക്കുന്നില്ല. നമ്മൾ മുന്നോട്ടു പോകുന്നു. നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു. ഉദാരവും പച്ചപ്പും പുരാതനവുമായ വനം പോലും കത്തിച്ചേക്കാം. കേരളം വെറും സമൃദ്ധമല്ല, അത് ജീവനുള്ളതാണ്. അതെല്ലായ്പ്പോഴും സന്ദർശകരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടും നമ്മൾ മുന്നോട്ട് നടക്കുന്നു. നമ്മൾ കത്തിയ മരങ്ങൾ നിറഞ്ഞ കുന്നിൻ മുകളിൽ നിന്ന് നിശബ്ദമായി താഴേക്കിറങ്ങി. നമ്മുടെ ദുഃഖത്തെ വകവയ്ക്കാതെ കാട് വീണ്ടും തുടരുന്നു. മരങ്ങൾ വീണ്ടും കട്ടിയാകുന്നു. വള്ളികൾ നമ്മുടെ പാതയിൽ അലസമായി ആടുന്നു. കരിയുടെ ഗന്ധം ഇപ്പോഴും നമ്മുടെ മുടിയിൽ തങ്ങി നിൽക്കുന്നു. പക്ഷേ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്നു. കറുത്ത മണ്ണിൽ പനമ്പുകൾ വിടരുന്നു. പുതിയ പക്ഷികൾ തൊടാത്ത തോപ്പുകളിൽ നിന്ന് വിളിക്കുന്നു. കാട് മരണത്തിൽ പോലും വേഗത്തിൽ സ്വയം വീണ്ടെടുക്കുന്നു. നമ്മളിപ്പോൾ പതുക്കി നീങ്ങുന്നു. ജാഗ്രതയോടെ, മുറിപ്പാടുകളോടെ. തുറന്ന സ്ഥലങ്ങളെയും സൂര്യപ്രകാശം നിറഞ്ഞ പീഠഭൂമികളെയും കുറച്ചു വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നു. നമ്മൾ കൂടുതൽ ഇടുങ്ങിയ കൂട്ടങ്ങളായി സഞ്ചരിക്കുന്നു. പരസ്പരം അധികം അകന്നു പോകുന്നില്ല. നമ്മൾ കൂടുതൽ മന്ത്രിക്കുന്നു, കുറച്ച് ചിരിക്കുന്നു. തീക്കോ അതിലും മോശമായതിനോ വേണ്ടി ചക്രവാളത്തിൽ നോക്കുന്നു. പിന്നെ അത് വീണ്ടും സംഭവിക്കുന്നു. പക്ഷെ ഇത്തവണ അത് വെള്ളമാണ്. നമ്മൾ വിശാലമായ ഒരു നദിയിലെത്തി. ഭംഗിയുള്ള, ചാടാൻ കഴിയുന്ന തരത്തിലുള്ള അരുവിയല്ല. ഇല്ല, ഇത് വിരസവും വീർത്തതുമാണ്. അതിൻ്റെ തവിട്ട് നിറത്തിലുള്ള ഒഴുക്കും അവശിഷ്ടങ്ങളും ഭീഷണിയും കൊണ്ട് നിറഞ്ഞതാണ്. അത് പാറകൾക്ക് ചുറ്റുമൊഴുകുമ്പോൾ നമ്മുടെ അസ്ഥികളെ നേരിട്ടറിയുന്നതുപോലെ ശബ്ദമുണ്ടാക്കുന്നു. നമ്മൾ അരികിൽ നിർത്തുന്നു. തവളകൾ ചിതറിയോടുന്നു. ഡ്രാഗൺ ഫ്ലൈകൾ വിരസമായ കാവൽക്കാരെപ്പോലെ പറക്കുന്നു. മരത്തിൻ്റെ വേരുകൾ പോലെ നഗ്നമായ നെഞ്ചുള്ള പേശികളുള്ള നമ്മളിലൊരാൾ ആഴം പരിശോധിക്കാൻ വെള്ളത്തിലേക്കിറങ്ങുന്നു. 2 ചുവടുകൾ, 3, പിന്നെ തെറിച്ചു വീഴുന്നു. വരമ്പുകളുള്ള പച്ചകലർന്ന ചീരനിറത്തിലുള്ള പേശികളുടെ ഒരു മിന്നൽ. ഒരു മുതല, വലുത്, പുരാതനമായ. അത് മതിപ്പുള്ളവാക്കുന്നില്ല. അവൻ മുഖം വിളറി കൈകൾ വിറച്ചുകൊണ്ട് കരയിലേക്കിടറി വീഴുന്നു. വാക്കുകളില്ല, തലയുടെ മൂർച്ചയുള്ള കുലുക്കം മാത്രം. അതിനാൽ നമ്മൾ കാത്തിരിക്കുന്നു. കുറച്ചു ദൂരം അകലെ ക്യാമ്പ് ചെയ്യുക. വൈകുന്നേരം മുഴുവൻ ഞാങ്ങുകെട്ടുകൾ അസംസ്കൃത ഫ്ലോട്ടുകളായി നെയ്യുക.
നമ്മളിത് മുൻപ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ നദിയിലല്ല. ഈ നദി ബോധവാന്മാരാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒഴുക്കിനൊരു വ്യക്തിത്വമുണ്ട്, ഒരു ദുഷ്ടാവിനെപ്പോലെ. നമ്മൾ പുലർച്ചെ നദി ക്രോസ് ചെയ്യുന്നു. നമ്മൾ തമ്മിൽ കെട്ടുന്നു, ഒരു ചങ്ങലയുണ്ടാക്കുന്നു. കുട്ടികൾക്കും ദുർബലർക്കും വേണ്ടി ഫ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു. രാത്രി മുഴുവൻ കാത്തിരിക്കുന്നതുപോലെ ഒഴുക്ക് നമ്മെ പിടികൂടുന്നു. വെള്ളം ചൂടുള്ളതും വേഗതയുള്ളതും തിരക്കുള്ളതുമാണ്. മത്സ്യം നമ്മുടെ കാലുകൾ തട്ടുന്നു. കാണാത്ത വസ്തുക്കൾ നമ്മുടെ ചർമ്മത്തെ ഉരയ്ക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ തുടയിൽ മൂർച്ചയുള്ള എന്തോ തട്ടുമ്പോൾ നിലവിളിക്കുന്നു. നമ്മൾ കഷ്ടിച്ച് ആ നദി കടക്കുന്നു. ഫ്ലോട്ടുകളിൽ ഒന്നുപോയി. ഭക്ഷണത്തിൻ്റെ ഒരു വലയും 3 ഒബ്സീഡിയൻ ഉപകരണങ്ങളും നദി തിരിച്ചുവരാൻ ആഗ്രഹിക്കാത്തൊരു സമ്മാനം പോലെ താഴേക്കൊഴുകുന്നു. അങ്ങനെ നമ്മൾ ദൂരെയുള്ള കരയിലിരുന്നു, തുള്ളിത്തുള്ളിയായി ക്ഷീണിതരായി, ശപിക്കാൻ പോലും കഴിയാത്ത വിധം ക്ഷീണിതരായി. പൊള്ളയായ പായൽ മൂടിയ നടുത്തെയുള്ള മലം രാത്രിയിൽ നമ്മുടെ അഭയസ്ഥാനമായി മാറുന്നു. നമ്മളതിനെ ലക്കേത്രി എന്ന് വിളിക്കുന്നു. പക്ഷെ നമുക്കെല്ലാം അറിയാം, അന്ന് ഭാഗ്യം വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. നരവംശശാസ്ത്രജ്ഞർ ഇപ്പോഴും ചരിത്രാതീത കുടിയേറ്റത്തിൽ നദീതടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആദിമ മനുഷ്യർ വെറും വെള്ളത്തിന് മാത്രമല്ല, മറിച്ച് പ്രകൃതിദത്തമായ റോഡുകൾ, കാട്ടിലൂടെയുള്ള ഹൈവേകൾ എന്ന നിലയിൽ നദികളെ മനഃപൂർവ്വം പിന്തുടർന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ അവ വെറും തടസ്സങ്ങളായിരുന്നു എന്നും കരുതുന്നു. രണ്ടും സത്യമാണെന്ന് നമുക്കറിയാം. നദികൾ തുല്യളവിൽ ഭക്ഷണം നൽകുകയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ മധ്യകേരളത്തിലേക്ക്, അതായത് ഇന്നത്തെ മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട്, കൂടുതൽ ആഴത്തിൽ പോകുന്നു. എന്നിരുന്നാലും നമുക്കാർക്കും ഈ പേരുകൾ അറിയില്ല. നമ്മളതിനെ താർ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ ദൂരം എന്നാണ്. അതൊരു യഥാർത്ഥ വാക്കല്ല, നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയൊരു ശബ്ദം മാത്രം. അത് ശരിയാണ്. ദൂരെ, പ്രതീക്ഷയുള്ളത്, സംശയാസ്പദമായത്. കാട് വീണ്ടും മാറുന്നു. നമ്മളവിടെ അത്തിമരങ്ങൾ കാണാൻ തുടങ്ങുന്നു. നിലത്തുകൂടെ ഇഴഞ്ഞു നീങ്ങുന്നതുപോലെ തോന്നുന്ന വേരുകളുള്ള പടർന്നു പന്തലിക്കുന്ന മേലാപ്പുകൾ. അവയുടെ ഒന്നിൻ്റെ അടിയിൽ നമ്മൾ വിചിത്രമായ ഒരു കാര്യം കണ്ടെത്തുന്നു. സർപ്പിളമായി ക്രമീകരിച്ചിരിക്കുന്ന ഡസനുകളോളം ഒച്ചുഷെല്ലുകൾ. വെറുതെ ഉപേക്ഷിച്ചതല്ല, സ്ഥാപിച്ചതാണ്. മറ്റൊരു ഗോത്രമോ അതോ പഴയതെന്തെങ്കിലുമോ? നമ്മളവിടെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അധികം നേരം നിൽക്കാറില്ല. വെറുതെ ആ സ്ഥലത്ത് ഒരടയാളം, ഒരു പരന്ന ഇലയിൽ 2 കല്ലുകൾ അടുക്കിവെച്ച് ഇട്ടിട്ട് മുന്നോട്ടു പോകും. നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൂടുതൽ മെലിഞ്ഞവരാണ്. നമ്മുടെ കാലുകൾ നമ്മുടെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു. കട്ടിയുള്ള ചർമ്മം, കൈകൾ മരവിച്ചിരിക്കുന്നു. നമ്മുടെ ഭാഷ പോലും വികസിക്കുന്നു. കൂടുതൽ വിസിലുകളും കുറച്ച് വാക്കുകളും. നമ്മൾ നോട്ടങ്ങൾ, ആംഗ്യങ്ങൾ, വിവർത്തനം ആവശ്യമില്ലാത്ത ചലനത്തിൻ്റെ ഒരു പുതുതാളം എന്നിവയിലൂടെയാണ് നാം ആശയവിനിമയം നടത്തുന്നത്. നമ്മളിപ്പോൾ ഒരു ബാൻഡ് മാത്രമല്ല, നമ്മളൊരു ഗോത്രമായി മാറുകയാണ്. അതോടെ ഐതിഹ്യവും വരുന്നു. നാം ഭൂമിയെക്കുറിച്ചുള്ള കഥകൾ പറയാൻ തുടങ്ങുന്നു. മുതലകളുള്ള നദി നീന്തലിഷ്ടമുള്ള ഒരു ആകാശ പല്ലിയാൽ ഉണ്ടാക്കപ്പെട്ടതാണെന്ന് പറയുന്നു. ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ മൂളുമ്പോൾ മഴ എങ്ങനെ വരുന്നുവെന്ന്, തീ ഏറ്റവും ധൈര്യശാലികളെ മാത്രം എങ്ങനെ കേൾക്കുന്നു എന്ന്. ചില കഥകൾ അസംബന്ധമാണ്. ചിലത് കുട്ടികളെ അലഞ്ഞു തിരിയുന്നതിൽ നിന്ന് തടയുന്നു. എന്നാൽ ഒരു രാത്രി തീക്ക് ചുറ്റും ഒരു പുതിയ കഥ പിറവിയെടുക്കുന്നു. കുന്നുകളിലെ തിളങ്ങുന്ന കല്ലിനെക്കുറിച്ച്, തൊടുമ്പോൾ പാടുന്നൊരു കല്ലിനെക്കുറിച്ച്. എല്ലാവരും ചിരിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം കുട്ടികളിൽ ഒരാൾ നദീതീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു തിളങ്ങുന്ന സ്ഫടികത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു തീക്കല്ലുകൊണ്ട് അടിക്കുമ്പോൾ അത് മുഴങ്ങുന്നു. തികഞ്ഞ വിചിത്രമായ സ്വരം. കുട്ടി ആഴ്ചകളോളം അഹങ്കാരിയായി കാണപ്പെടുന്നു. നമ്മൾ ആ കല്ല് സൂക്ഷിക്കുന്നു, ഇലകളിൽ പൊതിയുന്നു, ഗ്രൂപ്പിൻ്റെ നടുവിൽ അത് കൊണ്ടുപോകുന്നു. അത് പവിത്രമാണോ, മാന്ത്രികമാണോ, ഉച്ചത്തിൽ മാത്രമാണോ? ആരും സമ്മതിക്കുന്നില്ല. പക്ഷേ അത് പ്രധാനമാണെന്ന് നാം എല്ലാവരും സമ്മതിക്കുന്നു.
മതം പക്ഷേ അതാരംഭിച്ചത് അങ്ങനെയാണ് അതാരംഭിച്ചത്. ഒരു കുട്ടി, ഒരു പാറ, നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തൊരു ശബ്ദം. നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ പാതകൾ പലപ്പോഴും വിഭജിക്കാൻ തുടങ്ങുന്നു. പാതകൾ വ്യതിചലിക്കുന്നു. ചിലത് ഇടംതൂർന്ന വനങ്ങളിലേക്കും മറ്റു ചിലത് മുളങ്കാടുകളിലേക്കും നയിക്കുന്നു. ചിലപ്പോൾ ഗ്രൂപ്പിനെ വിഭജിക്കാൻ നമുക്ക് തോന്നും, വേഗത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ, കൂടുതൽ സ്ഥലം കവർ ചെയ്യാൻ. പക്ഷേ നമ്മൾ തീയെ ഓർക്കുന്നു, നദിയെ ഓർക്കുന്നു, നമ്മൾ ഒരുമിച്ചു നിൽക്കുന്നു. മനുഷ്യർ വ്യക്തിഗത അതിജീവനത്തേക്കാൾ കൂട്ടായ്മയെ വിലമതിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചരിത്രകാരന്മാർ വാദിക്കുന്നു. ചിലരത് വേട്ടയാടലിൽ നിന്ന് ആരംഭിച്ചതാണെന്ന് കരുതുന്നു. മറ്റു ചിലർ പറയുന്നു അത് കുട്ടികളെ വളർത്തുന്നതിൽ നിന്ന് വന്നതാണെന്ന്. എന്നാൽ ഇവിടെ ഇത് ലളിതമാണ്. ഒറ്റയ്ക്കിരിക്കുന്നത് ഭക്ഷണമാകുന്നത് നല്ലൊരു മാർഗമാണ്. ഒരു ഉച്ചതിരിഞ്ഞവ് നമ്മളൊരു തുറന്ന ഗ്ലെയ്ഡ് കണ്ടെത്തി. സൂര്യപ്രകാശം അകത്തേക്ക് ഒഴുകുന്നു. പുല്ല് മൃദുലമാണ്. മധ്യത്തിൽ പുതിയ കാൽപ്പാടുകൾ. നമ്മുടേതല്ല. നമ്മളൊരു നിമിഷം മരവിച്ചുപോയി. കാൽപ്പാടുകൾ വലുതാണ്, മനുഷ്യ ആകൃതിയിലുള്ളത്, നഗ്നപാദം, പക്ഷെ നമ്മുടേതിനേക്കാൾ ഭാരം കൂടിയതാണ്. കാൽ വിരലുകൾ വ്യത്യസ്തമായി കാണുന്നു. ആഴത്തിൽ കുതികാൽ മുദ്രകൾ. ആരോ മന്ത്രിക്കുന്നു, ഇത് നമ്മുടേതല്ല എന്ന്. മറ്റൊരു കൂട്ടമായിരിക്കുമോ? പക്ഷേ ഹോമോ സാപ്പിയൻസ് ആയിരിക്കില്ല. ആഴ്ചകളായി നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ഇതിഹാസമുണ്ട് മുമ്പ് വന്നവരെക്കുറിച്ച്. ഉയരമുള്ളത്, ശക്തിയുള്ളത്, പതുക്കെ, മുടികൊണ്ട് പൊതിഞ്ഞത്, മൂങ്ങകളെപ്പോലുള്ള മുഖങ്ങൾ. നമ്മൾ അവരെ കുരു എന്ന് വിളിക്കുന്നു. കാൽപ്പാടുകൾ പൊരുത്തപ്പെടുന്നു. ആ രാത്രിയിൽ നമ്മൾ ആരും ഉറങ്ങുന്നില്ല. ഓരോ ചില്ല ഒടിയുന്ന ശബ്ദവും ഓരോ മൂങ്ങയുടെ ശബ്ദവും നമ്മുടെ നട്ടെല്ലിലൂടെ വിറയലുകൾ അയക്കുന്നു. കുരുകൾ യഥാർത്ഥമാണോ എന്ന് നമുക്കുറപ്പില്ല. നമ്മളാണോ അതിക്രമിച്ചു കയറിയത് എന്നും നമുക്കുറപ്പില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ, അത് വളരെ യഥാർത്ഥമാണ്. പിറ്റേ ദിവസം രാവിലെ ആ കാലടികൾ ഇല്ലാതായി. രാത്രിയിലെ മഴയിൽ ഒലിച്ചുപോയി. പക്ഷെ നമ്മളത് മറക്കുന്നില്ല. നമ്മളിപ്പോൾ കിഴക്കോട്ട് പോകുന്നു. വാഴച്ചെടികളും ചക്കമരങ്ങളും നിറഞ്ഞ താഴ്വരകളിലേക്ക്. നിലമൊരു സാവധാനത്തിലുള്ള ശ്വാസോച്ഛ്വാസം പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. കാട് നമ്മളോട് പൊരതാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നമ്മൾ അവസാനം ഇവിടെയുള്ളവരെ പോലെ നടക്കാൻ പഠിച്ചു. നമ്മുടെ അസ്ഥികളിൽ നമുക്കത് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. കേരളം ഇനി നമ്മൾ പിന്തുടരുന്ന ഒന്നല്ല, അത് നമ്മൾ ഉള്ളിൽ തന്നെയുണ്ട്. കാട് നമ്മെ ചുറ്റിപ്പിടിക്കുന്നത് ഒരു കൂട്ടിൽ പോലെയല്ല, മറിച്ച് പ്രവചനാതീതമായ കൈകൾ തുന്നിച്ചേർത്ത ഒരു പുതപ്പ് പോലെയാണ്. ചില പ്രഭാതങ്ങളിൽ നമ്മുടെ കൺപോളകളിൽ മഞ്ഞു വീഴാൻ നാം ഉണരുന്നു. ചില പ്രഭാതങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അടയാളങ്ങൾ കാണാൻ നാം ഉണരുന്നു. എന്നിട്ടും നമ്മൾ മുന്നോട്ടു പോകുന്നു. നമ്മൾ കാടുകൾ മുറിച്ചു കടന്നു, കുന്നുകൾ കയറി, മരങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ തക്ക വലിപ്പമുള്ള പൂച്ചകളെ ഓടിച്ചു, ഗ്രാമങ്ങളെ നിരപ്പാക്കാൻ കഴിയുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിച്ചു. ഇപ്പോൾ ഭൂപ്രദേശം മൃദുവാകുന്നു. വായു കൂടുതൽ ചൂടാകുന്നു, കൂടുതൽ പറ്റിപ്പിടിക്കുന്നു. ഭൂമി മൂളാൻ തുടങ്ങുന്നു. അക്ഷരാർത്ഥത്തിൽ സന്ധ്യാസമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. പ്രാണികളല്ല, കാറ്റല്ല, മരങ്ങളിൽ ഒരു താഴ്ന്ന അനുരണനം. കേട്ടതിനേക്കാൾ കൂടുതൽ അനുഭവപ്പെട്ടു. ഒരുപക്ഷേ അത് തവളകളായിരിക്കാം. ഒരുപക്ഷേ അത് മേലാപ്പിന് തൊട്ടുതാഴെ ശ്വസിക്കുന്ന ഏതോ വലിയ മൃഗമായിരിക്കാം. നാം അതിനെ നാടൻ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ശബ്ദം. അതൊരു കുഴിച്ചിട്ട പർവ്വതത്തിന്റെ ശ്വാസമാണെന്ന് ആരോ അവകാശപ്പെടുന്നു. മറ്റൊരാൾ പറയുന്നത് അത് നമ്മുടെ സ്വന്തം ഭയമാണെന്ന്. രണ്ടും ആശ്വാസകരമല്ല. എറണാകുളമോ തൃശ്ശൂരോ ആയ താഴ്വാരകളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഫലഭൂയിഷ്ഠതയുടെ ലക്ഷണങ്ങൾ കാണാം. കട്ടിയുള്ളതും കൂട്ടമായി വളരുന്നതുമായ തെങ്ങുകൾ, അലസനായ പാമ്പുകളെപ്പോലെ വളഞ്ഞു പുഴഞ്ഞു പോകുന്ന അരുവികൾ. ഇവിടുത്തെ മണ്ണ് സമൃദ്ധവും ഇരുണ്ടതുമാണ്. എല്ലാ കാൽപ്പാടുകളും ഓർമ്മിക്കുകയും അത് നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന തരം. ഒരു വൈകുന്നേരം ഒരാൺകുട്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ കളിക്കുമ്പോൾ കുഴിച്ചിട്ട കരിഞ്ഞ മരം കണ്ടെത്തുന്നു. നമ്മുടേതല്ലാത്ത തീയിൽ നിന്നുള്ള കരി. സമീപകാലം കത്തിച്ചത്. ആ രാത്രിയിൽ നമ്മുടെ ക്യാമ്പ് 2 തവണ മാറ്റുന്നു. തീയില്ല, സംസാരിക്കുന്നില്ല. ഇരുട്ടിൽ കണ്ണുകളും ആയുധങ്ങളും പതിവിലും കൂടുതൽ മുറുകെ പിടിച്ചു. നമ്മൾ നീങ്ങുമ്പോൾ മരങ്ങൾ അടയാളം പെടുത്താൻ തുടങ്ങുന്നു. മാപ്പ് ചെയ്യാൻ മാത്രമല്ല, മുന്നറിയിപ്പ് നൽകാനും കൂടിയാണ്. ഒരു സർപ്പിളമെന്നാൽ ഭക്ഷണമെന്നാണർത്ഥം. 2 സർപ്പിളങ്ങളോ? ഓടിപ്പോകുക.
ദേശാടന സംഘങ്ങൾക്കിടയിൽ ആദ്യകാല ആശയവിനിമയ വ്യവസ്ഥകൾ എങ്ങനെ ഉയർന്നു വന്നു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു. ചിലർ ഗുഹാകല പറയുന്നു, മറ്റുള്ളവർ ഭാഷാശൈലിയും സ്വരവും നിർദ്ദേശിക്കുന്നു. പക്ഷേ അത് മരങ്ങളിലെ ചിഹ്ന ഗ്രാഫിറ്റി ആയിരുന്നെങ്കിലോ? നമ്മുടെ വനം ട്വിറ്റർ ഡ്രാമ കുറവാണ്, അതിജീവനം കൂടുതലാണ്. ദിവസങ്ങൾ നീണ്ട വാചാലമായ നടത്തത്തിന് ശേഷം നമ്മൾ അസാധ്യമായ എന്തോ കാണുന്നു. ഒരു ഘടന. അത് വെറും 3 കല്ലുകൾ, 2 കുത്തനെയുള്ളത്, 1 മുകളിൽ. എങ്ങുമില്ലാത്ത ഒരു വാതിൽ, മാസുമൂടി, ചുറ്റും നിശബ്ദത. നമ്മൾ നിർത്തുന്നു. നമ്മൾ ഉറ്റുനോക്കുന്നു. ആരും അടുത്തേക്ക് പോകുന്നില്ല. സിദ്ധാന്തങ്ങൾ തേനീച്ചകളെപ്പോലെ മുഴങ്ങുന്നു. നമ്മളെപ്പോലുള്ള മനുഷ്യരാണോ ഇത് നിർമ്മിച്ചത്? അതോ മറ്റുള്ളവരോ? നമുക്ക് പേരറിയാത്ത പ്രായമായ വ്യത്യസ്തമായ ഭാരം കൂടിയ കസിനുകൾ. ആരോ അതിനെ കല്ലുകണ്ണെന്ന് വിളിക്കുന്നു. നമ്മളതിനു ചുറ്റും നടക്കുന്നു. വഴിയിലൂടെയല്ല. ബഹുമാനത്തിൻ്റെ അടയാളം ഒരുപക്ഷേ. അല്ലെങ്കിൽ ആഴത്തിലുള്ള അന്ധവിശ്വാസം. ആ രാത്രിയിൽ നമ്മൾ പുതിയ കഥകൾ പറയുന്നു. കല്ലിൻ്റെ കാവൽക്കാരെക്കുറിച്ച്, മുറികളില്ലാതെ വാതിലുകൾ നിർമ്മിച്ച് സ്വപ്നങ്ങളിലൂടെ നടക്കുന്നവരെക്കുറിച്ച്. നിങ്ങൾക്കറിയാമോ, ഉറക്കം വരുന്നതുവരെ പൂർണ്ണതൃപ്തി. കാട് വീണ്ടും കട്ടിയാകുന്നു. പക്ഷേ ഇപ്പോൾ അത് നമ്മെ സ്വാഗതം ചെയ്യുന്നു. ഫലങ്ങൾ സമൃദ്ധമാണ്. മൃഗങ്ങൾ ഇനി പരിഭ്രാന്തരായി ഓടിപ്പോകുന്നില്ല. ഒരിക്കൽ നമ്മളൊരു സാമ്പർമാനിൻ്റെ 10 പടികൾക്കുള്ളിൽ കടന്നുപോകുമ്പോൾ അത് നമ്മുടെ മൂല്യം വിലയിരുത്തുന്നതുപോലെ തലചിരിച്ചു നോക്കുന്നു. നമ്മളതൊരു അഭിനന്ദനമായി എടുക്കുന്നു. ഒരു മൂപ്പനിപ്പോൾ നമ്മെ മേഘങ്ങളെ വായിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ചില രൂപങ്ങൾ ചില കാലാവസ്ഥാ രീതികളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുന്നു. ആനയുടെ പുറം പോലെ അവ കൂട്ടം കൂടിയാൽ കൊടുങ്കാട്ട് 2 ദിവസം അകലെയാണ്. അവ കടുവ വരകൾ പോലെയാണെങ്കിലോ വരണ്ട വായു പ്രതീക്ഷിക്കുക. അത് അസംബന്ധമാണ്. അങ്ങനെ ആകാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ വളരെ കൃത്യമാണെന്ന് തെളിയിക്കപ്പെടുന്നു. ഓരോ ക്യാമ്പിനു മുമ്പായി നമ്മൾ അദ്ദേഹത്തോട് ആലോചിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ പുതിയ വിളിപ്പേര് സ്കൈ വിസ്പറർ. അദ്ദേഹത്തിന് അത് വെറുപ്പാണെന്ന് അദ്ദേഹം ശഠിക്കുന്നു. പക്ഷേ ഒരു നാടകീയ വില്ലുകൊണ്ട് അഭിസംബോധന ചെയ്യണമെന്നും അദ്ദേഹം ശഠിക്കുന്നു. നമ്മൾ അവിടെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങുന്നു. അല്പസമയം മാത്രം. നമ്മൾ മടങ്ങുന്ന ചില സ്ഥലങ്ങൾ. കളിമണ്ണ് നിറഞ്ഞ തീരങ്ങളുള്ള ഒരു നദിവളവ് പാത്രങ്ങൾ രൂപപ്പെടുത്താൻ അനുയോജ്യമാണ്. ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പൊള്ളയായ മരം. കാറ്റ് കൃത്യമായി അടിക്കുമ്പോൾ മൂങ്ങുന്ന ഒരു പാറ. നമ്മൾ അടയാളങ്ങൾ പിന്നിൽ അവശേഷിപ്പിക്കുന്നു. നമ്മൾ തിരിച്ചെത്തുമ്പോൾ ആ അടയാളങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അത് പുതിയ കാര്യമാണ്. അത് പ്രദേശമാണ്. ഉടമസ്ഥതയല്ല, ഇതുവരെയില്ല. പക്ഷേ വാത്സല്യം, അംഗീകാരം, ഭൂമിയിലെ ഒരു വൈകാരിക വിരലടയാളം. ഒരു വൈകുന്നേരം ഒരു കുട്ടി ജനിക്കുന്നു. അവിടെ ഒരു മുളങ്കാടിൽ 6 മുതിർന്നവരുടെയും പരിഭ്രാന്തനായ ആദ്യജാതനായ ഒരാളുടെയും കാവലിൽ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഓടക്കുഴൽ പോലെ മരങ്ങളിലൂടെ കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിധ്വനിക്കുന്നു. പ്രസവസമയത്ത് മേൽക്കൂരയിൽ നിന്ന് നിശബ്ദമായി നിരീക്ഷിച്ച പക്ഷിയുടെ പേരിലാണ് നമ്മൾ അവൾക്ക് മിന എന്ന് പേരിട്ടത്. കുറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും. ചെറിയ കല്ലുകൾ കൊണ്ടുള്ള ഒരു മാലയാണ് നമ്മൾ അവളെ അഭിയിച്ചത്. അവളുടെ വരവ് എല്ലാം മാറ്റുന്നു. നമ്മൾ കൂടുതൽ സാവധാനത്തിൽ നീങ്ങുന്നു. കൂടുതൽ ശ്രദ്ധാപൂർവം ക്യാമ്പ് ചെയ്യുന്നു. പെട്ടെന്ന് ലോകം അപകടങ്ങളുടെ ഒരു പരമ്പരയായി തോന്നുന്നു. നരവംശശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് പെരുമാറ്റത്തിന്റെ മെരുക്കൽ ശിശുക്കളിൽ നിന്ന് ആരംഭിച്ചുവെന്നാണ്. ദുർബലമായതിനെ സംരക്ഷിക്കേണ്ടി വരുന്നതുവരെ നിങ്ങൾ സംസ്കാരം കെട്ടിപ്പടുത്തുന്നില്ല. 2 കിലോ ഭാരമുള്ള അലറുന്ന ഒരു കൂട്ടത്തേക്കാൾ ദുർബലമായി മറ്റൊന്നുമില്ല. സഹജവാസനയുമില്ല. മൂത്രാശയ നിയന്ത്രണത്തിൽ സംശയാസ്പദമായ പിടിയുമില്ല. പക്ഷേ നമ്മൾ മയപ്പെടുമ്പോൾ പോലും കേരളം അങ്ങനെ ചെയ്യുന്നില്ല. ഒരു രാത്രിയിൽ ഒരു ശബ്ദം തിരിച്ചെത്തുന്നു. നിലവിളി. പർവ്വതങ്ങളിൽ നിന്നുള്ള ആ നീണ്ട നനഞ്ഞ അസാധ്യമായ നിലവിളി. ആഴ്ചകളായി നമ്മളത് കേട്ടിട്ടില്ല. നമ്മൾ മരവിച്ചു. ആരും ഉറങ്ങുന്നില്ല. പിറ്റേത് ദിവസം രാവിലെ നമ്മുടെ പഴയ പാതയ്ക്ക് കുറുകെ ഒടിഞ്ഞ മരങ്ങളുടെ ഒരു കൂമ്പാരം കിടക്കുന്നു. തീപ്പട്ടിക്കൊള്ളികൾ പോലെ വൃത്തിയായി. അടയാളങ്ങളില്ല, രക്തമില്ല. ഒടിഞ്ഞ മരക്കമ്പുകളും വായുവിൽ ആ മൂങ്ങലും മുമ്പത്തേക്കാൾ ശക്തമാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പകരം നമ്മൾ ഉൾനാട്ടിലേക്ക് നീങ്ങുന്നു. നിലവിളിയിൽ നിന്നകന്ന് ഉയരുന്ന കുന്നുകളിലേക്കും
സുരക്ഷിതമായ ഉയർന്ന പ്രദേശങ്ങളുടെ വാഗ്ദാനത്തിലേക്കും. വഴിയിൽ കൈമുദ്രകൾ, സർപ്പിളങ്ങൾ, മൃഗങ്ങളുടെ രൂപരേഖകൾ എന്നിവയുള്ള ഒരു ഗുഹ നമ്മൾ കണ്ടെത്തുന്നു. നമ്മുടേതല്ല, പക്ഷേ പരിചിതമാണ്. ഭൂതകാലം നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ചിഹ്നങ്ങളിൽ, പക്ഷേ നമ്മുടെ വാരിയെല്ലുകളിൽ അനുഭവിക്കുന്നു. ചോദ്യങ്ങൾ പോലെ സ്ഥാപിച്ച കല്ലുകളിൽ, നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നതിനു മുമ്പ് നമ്മുടെ പേരുകൾ മന്ത്രിക്കുന്ന നദികളിൽ. കേരളം നമ്മൾ എത്തിയ സ്ഥലമല്ല, അത് വാഗ്ദാനം ചെയ്ത സ്ഥലമാണ്. ഇപ്പോൾ അത് നമ്മെ തിരിച്ചറിയുന്നു. കുന്നുകൾ വീണ്ടും ഉയർന്നു വരുന്നു. ഇത്തവണ ഭൂമി നാടകീയതയിൽ മടുത്തതുപോലെ മൃദുവും വൃത്താകൃതിയിലുമുള്ളതുമാണ്. കാട് പുൽമേടുകൾക്ക് വഴിമാറുന്നു. ഉയരമുള്ള മരങ്ങളുടെ കൂട്ടങ്ങളും പുരാതന ഭീമന്മാരുടെ മറന്നുപോയ കളിപ്പാട്ടങ്ങൾ പോലെ അടുക്കിവെച്ചിരിക്കുന്ന പാറക്കല്ലുകളും തകർന്ന തുറസായ സ്ഥലങ്ങൾ. അത് തുറന്നതായി തോന്നുന്നു. വളരെയധികം ആകാശം, ഓടാൻ വളരെയധികം ഇടവുണ്ട്. പക്ഷേ ഒളിക്കാനൊരിടവുമില്ല. നമുക്കിതിഷ്ടമല്ല. എങ്കിലും നാം നടക്കുന്നു. കേരളം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മതിലോ ഒരു ഭ്രമണപഥവുമായിട്ടല്ല, മറിച്ച് പതുക്കെ ചിരുളുന്ന ഒരു കഥയായി നീണ്ടു നിൽക്കുന്നു. ഓരോ താഴ്വരയ്ക്കും അതിൻ്റേതായ രുചിയുണ്ട്. ചിലത് മഞ്ഞളും നനഞ്ഞ വേരുകളും പോലും അണക്കുന്നു. ചിലത് ചാർജ് ചെയ്തതുപോലെ തോന്നുന്നു. ആരെങ്കിലും ഉഗ്രമായി തർക്കിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു മുറിയിൽ കടക്കുന്നതുപോലെയാണ്. അഗ്നിവൃത്തങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങുന്നു. കല്ലുവളയങ്ങളാൽ ചുറ്റപ്പെട്ട കറുത്ത മണ്ണിൻ്റെ പാടുകൾ. സമീപനയിലാണ്, പുരാതനവുമല്ല. തൊടുമ്പോൾ കരി അടരുന്നു. പക്ഷേ കല്ലുകൾ ഇപ്പോഴും പ്രഭാത സൂര്യന് കീഴിൽ ചൂടാണ്. ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ മാത്രമല്ല, പലപ്പോഴും. നാം ഒന്നിൻ്റെ അരികിൽ നിർത്തി സൗമ്യമായി കുഴിക്കുന്നു. കുറേ എല്ലുകൾ. പക്ഷി, എലി, പകപക്ഷം മരങ്ങ്. തലയോടിയുടെ അരികിൽ 2 തിളങ്ങുന്ന കല്ലുകൾ വെച്ചുകൊണ്ട് മനഃപൂർവ്വം ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്തതല്ല. മറ്റാരെങ്കിലും ഇവിടെ താമസിക്കുന്നു. അവരവരുടെ ഭക്ഷണത്തെ ബഹുമാനിക്കുന്നു. ആ വൈകുന്നേരം എന്തു ചെയ്യണമെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ചിലർ ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ വേഗത്തിൽ പോകണമെന്ന് പറയുന്നു. ചിലർ കാത്തിരിക്കാൻ നിർബന്ധിക്കുന്നു. നമ്മൾ 3ഉം ചെയ്യുന്നു. നമ്മൾ കൂണുകളും കൊത്തിയെടുത്ത ഒരു മരത്തിൻ്റെ മണിയും തീവട്ടത്തിന് ചുറ്റും കൂട്ടിയിട്ട് പിന്നീട് ഒരു വരമ്പിൻ്റെ പിറകിൽ പോയി ഇരുന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിരീക്ഷിക്കുന്നു. 3 ദിവസത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നീട് 4-ാം ദിവസം രാവിലെ കൂണുകളില്ലാതായി. മരത്തിൻ്റെ മണി അവിടെ തന്നെയുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് ഒരു തനി തൂവൽ. കടും ചുവന്ന നിറം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷിയിൽ നിന്ന്. അത് മതി. നാം മുന്നോട്ടു പോകുന്നു. ഇപ്പോഴും ഒരുമിച്ച്, ഇപ്പോഴും ജാഗ്രതയോടെ. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു നിശബ്ദത. ആദ്യകാല ഹോമോസാപ്പിയൻസ് സംഘർഷമില്ലാതെ പരസ്പരം കണ്ടുമുട്ടാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചരിത്രകാരന്മാർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ചിലർ വാദിക്കുന്നത് വൈകിയാണ്. വിഭവങ്ങൾ സമൃദ്ധമായിരുന്നപ്പോൾ ഇരുഭാഗവും ഭൂമിയെ ബഹുമാനിച്ചിരുന്നുവെങ്കിൽ സമാധാനപരമായ ബന്ധം എപ്പോഴും സാധ്യമായിരുന്നുവെന്ന് മറ്റുള്ളവർ കരുതുന്നു. അല്ലെങ്കിൽ അത് ആരെങ്കിലും കൂണ് മോഷ്ടിച്ചോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു കൽഭിത്തി കണ്ടെത്തി. താഴ്ന്നത്, വളഞ്ഞത്, പായലും പനമ്പുകളും കൊണ്ട് മൂടിയത്. പക്ഷേ മനുഷ്യകൈകളാൽ നിർമ്മിച്ചതാണെന്നത് നിസ്സംശയമാണ്. അത് ഒന്നിനെയും ഉൾക്കൊള്ളുന്നില്ല. സ്ഥലം വിഭജിക്കുന്നു. ഒരു വശത്ത് ചെറിയ ഫലവൃക്ഷങ്ങളുണ്ട്, മറുവശത്തോ കിഴങ്ങ് വർഗ്ഗങ്ങൾ. കാട്ടുപച്ചയല്ല, കൃഷി ചെയ്തത്. നമ്മൾ ആദ്യകാല കൃഷിയിൽ ആകൃഷ്ടന്മാരാണ്. എന്നിരുന്നാലും നാം അതിനെ അങ്ങനെ വിളിക്കുന്നില്ല. കുറച്ചുനേരം വെറുതെ വെച്ചാൽ ഭക്ഷണം നന്നായി വളരുന്ന സ്ഥലം. നമ്മുടെ സ്ത്രീകളിൽ ഒരാൾ പരീക്ഷണം തുടങ്ങുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഓറഞ്ച് മരത്തിൽ നിന്ന് അവൾ വിത്തുകളെടുത്ത് നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് നടുന്നു. ഒന്നും ആഡംബരമില്ല. കാൽവിരലിൽ പുറലുണ്ടാവുന്ന ഒരു ദ്വാരം, കുറച്ച് തുപ്പൽ, പിന്നെ പ്രതീക്ഷ. ആഴ്ചകൾക്ക് ശേഷം അതിന് മുളപ്പുകൾ വരുന്നു. നമ്മൾ വീണ്ടും തീ കണ്ടുപിടിച്ചതുപോലെ ആഘോഷിക്കുന്നു. നമ്മുടെ നീക്കങ്ങൾ മന്ദഗതിയിലാണ്. നമ്മൾ കൂടുതൽ നേരം ക്യാമ്പ് ചെയ്യുന്നു. നമ്മുടെ കാലുകൾ പാതകൾ ഓർമ്മിക്കാൻ തുടങ്ങുന്നു. കാടൊരു നിഗൂഢതയായി മാറുന്നത് നിർത്തി ഒരു ഭൂപടമായി മാറാൻ തുടങ്ങുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 2 ആഴ്ച മുൻപ് കടന്നുപോയ ഒരു പറമ്പിലേക്ക് നമ്മൾ തിരിച്ചെത്തി. കാത്തിരിക്കുന്ന ഒരാളെ കണ്ടെത്തി. ഒരാൾ ഒറ്റയ്ക്ക് തീയുടെ അടിക്കൽ പതുങ്ങി നിൽക്കുന്നു. ആയുധങ്ങളില്ല. കൗതുകകരമായ ഒരു കൂട്ടം പക്ഷികളെപ്പോലെ നമ്മെ നോക്കി നിൽക്കുന്നു. നമ്മളാകെ മരവിച്ചുപോയി. അവനൊരു കൈ ഉയർത്തുന്നു. അഭിവാദിക്കുന്നതിനല്ല, വെറുതെ തുറന്നു കാണിക്കുന്നു. ഭീഷണിയില്ല, സമ്മാനമില്ല. നമ്മളും അതുതന്നെ ചെയ്യുന്നു.
അവൻ ഒരു തവണ തലയാട്ടുന്നു, എന്നിട്ട് തിരിഞ്ഞ് മരങ്ങൾക്കിടയിലേക്ക് മറയുന്നു. നമ്മൾ പിന്തുടരുന്നില്ല, പക്ഷേ നമ്മൾ അവിടെ തന്നെ ക്യാമ്പുണ്ടാക്കുന്നു. പിറ്റേന്ന് രാവിലെ ആരോ നമ്മുടെ തീക്കുണ്ടത്തിന് സമീപം ഒരു കെട്ട് വേരുകൾ ഉപേക്ഷിച്ചു, ഇപ്പോഴും ചൂടോടെ. നമ്മുടെ അയൽക്കാരൻ നമ്മുടെ നഷ്ടപ്പെട്ട നായയെ തിരികെ നൽകുകയും ഒരു ട്രീറ്റ് ചേർക്കുകയും ചെയ്യുമ്പോൾ ആ വികാരം നിങ്ങൾക്കറിയാമോ? അതെ, അതങ്ങനെയാണ്. ആദിവാസി ഗോത്രങ്ങൾ തമ്മിലുള്ള ആദ്യകാല സമ്പർക്കം കച്ചവടമായിരുന്നോ അതോ ചടങ്ങായിരുന്നോ എന്ന് നരവംശശാസ്ത്രജ്ഞർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ആ ഇടപെടലിനെ അടിസ്ഥാനമാക്കി നമ്മൾ വിചിത്രമാണ് പക്ഷേ ദയയുള്ളതാണ് എന്ന് വോട്ട് ചെയ്യുന്നു. നമ്മൾ വാക്കുകൾ കൈമാറുന്നില്ല, വെറും ആംഗ്യങ്ങൾ, സമ്മാനങ്ങൾ, സാന്നിധ്യം. ആ രാത്രി നാം നൃത്തം ചെയ്യുന്നു. ഒരു താളത്തോടെയാണത് ആരംഭിക്കുന്നത്. 2 കല്ലുകൾ ഒന്നിച്ചു ചേർന്നു, പതുക്കെ, പിന്നീട് വേഗത്തിൽ. ആരോ മൂളുന്നു, പിന്നെ മറ്റൊരാൾ കൈയടിക്കുന്നു. ഒരു പെൺകുട്ടി അവിടെ തന്നെ ചാടുന്നു, ബാക്കിയുള്ളവർ പിന്നാലെ വരുന്നു. ചന്ദ്രനിൽ ആദ്യമായി നമ്മൾ വേട്ടയാടപ്പെടുന്നില്ലെന്ന് നമുക്ക് തോന്നുന്നു. പ്രേതബാധയില്ല ഇവിടെ, ഇപ്പോൾ. ആഘോഷം എന്ന വാക്ക് നമുക്കറിയില്ല, പക്ഷേ എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചു. നമ്മൾ ചന്ദ്രനെ മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു സ്ത്രീ ഓരോ രാത്രിയിലും അത് തൻ്റെ മുഖം കാണിക്കുമ്പോൾ മരത്തിൻ്റെ തൊലിയിൽ വരകൾ വരയ്ക്കുന്നു. 29 അടയാളങ്ങൾക്ക് ശേഷം അത് അപ്രത്യക്ഷമാകുന്നു. അവൾ വീണ്ടും തുടങ്ങുന്നു. ഒരു പാറ്റേൺ, ഒരു റിതം. നമ്മുടെ ആദ്യത്തെ കാലണ്ടർ. ഇത് പ്രധാനമാണ്, കാരണം ഭക്ഷണം ചക്രങ്ങളെ പിന്തുടരുന്നു. മൃഗങ്ങളും അത് തന്നെ ചെയ്യുന്നു. നമ്മുടെ സ്വന്തം മാനസികാവസ്ഥകൾ പോലും ചന്ദ്രൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം സ്പന്ദിക്കുന്നതായി തോന്നുന്നു. നമ്മൾ പൂർണ്ണചന്ദ്രനെ വലിയ കണ്ണ് എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. കാവ്യപരമല്ല, പക്ഷേ വിവരണാത്മകമാണ്. അത്തരം ഒരു വലിയ കണ്ണുള്ള രാത്രിയിൽ ഒരു പുള്ളിപ്പുലി നമ്മുടെ ക്യാമ്പിന് സമീപം ഇഴഞ്ഞു നീങ്ങുന്നു. നമ്മളത് കാണുന്നില്ല, നമുക്കത് അനുഭവിക്കുന്നു. ഒരു നിശബ്ദത വീഴുന്നു. മരങ്ങൾ ശ്വാസമടക്കി പിടിക്കുന്നു. പ്രാണികൾ പരാതി പറയുന്നതിനിടയിൽ നിർത്തുന്നു. ആരും അനങ്ങുന്നില്ല. പിന്നെ നഖങ്ങൾ കല്ലിൽ മുട്ടുന്ന ശബ്ദം. ഒരു ചെറിയ മുരൾച്ച, പക്ഷേ അതാക്രമിക്കുന്നില്ല. വട്ടമിട്ട് പറക്കുന്നു, നോക്കുന്നു, പരിശോധിക്കുന്നു. പിന്നെ അത് പോകുന്നു. രാവിലെ മൃദുവായ മണ്ണിൽ ആഴത്തിലുള്ള കാൽപാതുകൾ നമ്മൾ കാണുന്നു. വിചിത്രമായി നമ്മുടെ കൊന്തമാല കാണുന്നില്ല. ഒരു കുട്ടി അത് പുള്ളിപ്പുലി എടുത്തു കളഞ്ഞതായി വാദിക്കുന്നു. അതൊരു കാട്ടാത്മാവാണെന്ന് മറ്റൊരാൾ അവകാശപ്പെടുന്നു. നമ്മൾ രണ്ടും സമ്മതിക്കുന്നു, സുരക്ഷിതരായിരിക്കാൻ വേണ്ടി മാത്രം. താമസിയാതെ നമ്മൾ ചാരുതകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. മുന്തിരിവള്ളി, തൂവൽ, അസ്ഥി എന്നിവയുടെ ചെറിയ കെട്ടുകൾ. നമ്മൾ അവയെ മരങ്ങളിൽ തൂക്കിയിടുന്നു. അവയെ ഷെൽട്ടറുകളിൽ ഉറപ്പിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് അവയിൽ മന്ത്രിക്കുന്നു. ഇത് മാജിക്കല്ല, തീർച്ചയായുമല്ല, പക്ഷേ ഇതാശ്വാസം നൽകുന്നു. ഭൂമിയോട് സംസാരിക്കാനും അതിനോട് ചോദിക്കാനുമുള്ള വഴി. ദയവായി ഇന്ന് ഞങ്ങളെ തിന്നരുതേ. ഒരാൾ ഒരു മരത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാ ദിവസവും തുടർന്നു. അതേ മരത്തോട്. അയാളത് കേൾക്കുന്നു എന്ന് നിർബന്ധിക്കുന്നു. അയാൾ ഒരു ഇല നക്കി, അവൾ വീണ്ടും കരയുന്നു എന്ന് പറഞ്ഞ് കൊടുങ്കാറ്റ് ശരിയായി പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യുന്നത് നിർത്തുന്നു. തീർച്ചയായും ആ രാത്രിയിൽ മഴ പെയ്യുന്നു. നമ്മളും ഇനി മരത്തെ ചോദ്യം ചെയ്യുന്നില്ല. കേരളം ഒരു സ്ഥലത്തേക്കാൾ കൂടുതലായി മാറി. ഇതൊരു പങ്കാളിയാണ്. പ്രവചിക്കാനാകാത്തതും മൂടിയും വന്യവുമാണ്, പക്ഷേ അതിൻ്റേതായ രീതിയിൽ വിശ്വസ്തവുമാണ്. അത് നമ്മുടെ അസ്ഥികൾ തകർക്കുന്നു, പിന്നീട് നമുക്ക് മാമ്പഴം നൽകുന്നു. അത് പുള്ളിപ്പുലികളെ മറയ്ക്കുകയും ശമനശക്തിയുള്ള ഇലകൾ വളർത്തുകയും ചെയ്യുന്നു. നമ്മുടെ ക്യാമ്പ് കത്തിക്കുന്നു. തുടർന്ന് നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കാൻ ചുവന്ന തൂവലുള്ള ഒരു അപരിചിതനെ അയക്കുന്നു. നമ്മളതിനെ താറെന്ന് വിളിക്കുന്നത് നിർത്തി. ഇപ്പോൾ നമ്മളതിനെ എൻ്റെ എന്ന് വിളിക്കുന്നു, നമ്മുടേത്. ഭൂമി വീണ്ടും മാറുന്നു, പക്ഷേ ഇത്തവണ മാറ്റം സൗമ്യമായി തോന്നുന്നു. ഇനി അലറുന്ന പാറക്കെട്ടുകളോ ഭീമാകാരമായ നദികളോ ഇല്ല. ഉരുണ്ടുകൂടുന്ന കുന്നുകൾ, പഴയ പാട്ടുകൾ പോലെ മൃദുവായി, രഹസ്യങ്ങൾ പോലെ തിളങ്ങുന്ന തടാകങ്ങൾ. കേരളം ഒരുതരം സ്വപ്നാവസ്ഥയിലേക്ക് സ്വയം മയങ്ങി. മറ്റൊരാളുടെ ഉറക്കത്തിലെ നുഴഞ്ഞുകയറ്റക്കാരെ പോലെ നമ്മൾ അതിലൂടെ നടക്കുന്നു. ഒരു താഴ്ന്ന വരമ്പിൻ്റെ വളവ് പിന്തുടരുന്നു. ശാഖയിൽ നിന്ന് നേരെ പേരയ്ക്ക പറിക്കുന്നു. നമ്മുടെ വായിൽ പഴങ്ങൾ പറ്റിപ്പിടിക്കുന്നു.
ചന്ദ്രക്കലകൾക്ക് മുമ്പ് കാട്ടിൽ ജനിച്ച കുട്ടി മീന ഇപ്പോൾ സ്വന്തമായി നടക്കാൻ പ്രായമായി. ഒരു രാജ്ഞിയുടെ പൊങ്ങച്ചത്തോടെയും ശ്രദ്ധ തിരിക്കുന്ന ഒരു പല്ലിയുടെ വേഗതയോടെയും അവളത് ചെയ്താലും. കാട്ടുവള്ളി കൊണ്ട് കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന ആ ചുവന്ന തൂവൽ അവൾ എല്ലാ ദിവസവും ധരിക്കുന്നു. അത് പാന്തറുകളെ മാന്യമായി നിലനിർത്തുന്നുവെന്ന് പറയുന്നു. നമ്മൾ അവളെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സംഘം വ്യത്യസ്തമാണ്. പ്രായമായത് പ്രഭുഷേ, പക്ഷെ പ്രായത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും. നമ്മൾ സ്വയം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നതിലും. നമ്മൾ താളത്തിൽ നടക്കുന്നു. നമ്മൾ വാക്കുകളില്ലാതെ സിഗ്നൽ ചെയ്യുന്നു. പക്ഷികൾ പാട്ട് നിർത്തുമ്പോൾ നമ്മളും നിർത്തുന്നു. മെസെക്സ് കുരങ്ങുകൾ നമ്മുടെ തലയിൽ പഴങ്ങളെറിയുമ്പോൾ ചിരിക്കുന്നു. അവയ്ക്ക് നല്ല ഉന്നമുണ്ട്, അത് വേദനിക്കുന്നു. പക്ഷേ കുഴപ്പം നഖങ്ങളോ കൊടുങ്കാറ്റോ തീയോ അല്ല, ഇത്തവണ അത് ആളുകളാണ്. ഒരു ദിവസം ആലപ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു മുളങ്കാട്ടിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ അവരെ കാണുന്നു. നമ്മുടേതുപോലുള്ള ഒരു കൂട്ടം, പക്ഷേ 15. നമ്മുടേതുപോലുള്ള ചർമ്മം, നമ്മുടേതുപോലുള്ള മുടി. പക്ഷേ അവർ ഞങ്ങളെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ ചുരുങ്ങുന്നു. ഉയർത്തിയ കൈകളില്ല, സമ്മാനങ്ങളില്ല. വെറും നിശബ്ദത, പിരിമുറുക്കം, ജാഗ്രത. നമ്മൾ മരവിച്ചുപോയി. ഇതൊരു വിചിത്രമായ ഏറ്റുമുട്ടലാണ്. ഏതാണ്ട് 2 മനുഷ്യരുടെ കൂട്ടങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ട പുല്ലിൻ്റെ മുകളിൽ പരസ്പരം വലിപ്പം കൂട്ടുകയും സംശയം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ ഒരു ഉണങ്ങിയ മീൻ കഷ്ണത്തിനായി അവരുടെ ബാഗിലേക്ക് കൈനീട്ടുന്നു. ഒരു സമാധാനയാഗം. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലെ ഒരാൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്. മരങ്ങളിൽ നിന്ന് ഞെട്ടിപ്പോയ പക്ഷികൾ പൊട്ടിത്തെറിക്കുന്നു. ഞങ്ങൾ പിന്നോട്ടു പോകുന്നു. അവർ പിന്തുടരുന്നില്ല. ആ രാത്രിയിൽ നമ്മളെല്ലാവരും മണിക്കൂറുകളോളം സംസാരിക്കുന്നു. അവർക്കെന്താണ് വേണ്ടതെന്ന്. അവർ നമ്മളെപ്പോലെയായിരുന്നോ അതോ വ്യത്യസ്തരായിരുന്നോ? ഒരു മൂപ്പൻ അവകാശപ്പെടുന്നത് അവരുടെ തൊലിയിൽ കത്തിച്ച കല്ലിൻ്റെ മണമുണ്ടായിരുന്നു എന്നാണ്. തെളിവ് അവർ തുറന്ന തീജ്വാല ഉപയോഗിച്ചല്ല, ചൂടുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് പാചകം ചെയ്തത് എന്ന്. മറ്റൊരാൾ സത്യം ചെയ്യുന്നു. അവരുടെ കണ്ണുകൾ ചന്ദ്രപ്രകാശം പോലെ തിളങ്ങുന്നു. ആ ഭാഗം നമ്മൾ തള്ളിക്കളയുന്നു. പക്ഷേ അതിശയോക്തി, പക്ഷേ അസ്വസ്ഥത നിലനിൽക്കുന്നു. ആദിമ മനുഷ്യ വിഭാഗങ്ങൾ എതിരാളികളെ കണ്ടുമുട്ടുമ്പോൾ യുദ്ധം ചെയ്തതാണോ അതോ ഓടിപ്പോയതാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. സാർവത്രികമായ ഉത്തരമില്ല. അത് സീസണിനെയോ ഭക്ഷണ വിതരണത്തെയോ അല്ലെങ്കിൽ ആ ആഴ്ചയിൽ ആർക്കെങ്കിലും ജലദോഷം ബാധിച്ച് അതിഥികൾക്ക് വേണ്ടിയുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലെങ്കിലോ എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആ തോട്ടം ഒഴിവാക്കുന്നു. പകരം പരന്ന ചതുപ്പ് നിലങ്ങളിലൂടെ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. കാലിനടിയിൽ മൃദുവായ നിലം, പഴയ മത്സ്യങ്ങളുടെയും നനഞ്ഞ വാഗ്ദാനങ്ങളുടെയും മണം. സ്റ്റിൽറ്റുകൾ പോലുള്ള കാലുകളും ഗോസിപ്പ് ചെയ്യുന്ന അമ്മാവന്മാരെ പോലുള്ള വിളികളുമുള്ള ജലപക്ഷികളെ നമ്മൾ കടന്നുപോകുന്നു. വേമ്പനാട് തണ്ണീർത്തടങ്ങൾ എന്തായിരിക്കുമെന്ന് നമ്മൾ പോയി നോക്കുന്നു. പക്ഷേ അത് മുങ്ങുന്ന ചതുപ്പ് സ്ഥലം മാത്രമാണ്. പാത ചെളിയിൽ അപ്രത്യക്ഷമാകുന്നു. നമ്മുടെ കാലുകൾ മുങ്ങുന്നു. നമ്മൾ റീഡ് റാഫ്റ്റുകൾ മെച്ചപ്പെടുത്തുന്നു. സവാരി ചെയ്യാനല്ല, നടക്കാനാണ്. ഒരു റീഡ് റാഫ്റ്റ് തളർന്നുപോയി സ്കൈ വിസ്പററിനെ ഞെട്ടിച്ചുപോയ തവളകൾ നിറഞ്ഞ കുളത്തിലേക്ക് തെറിപ്പിക്കുന്നതുവരെ അത് അത്ഭുതകരമായും നന്നായി പ്രവർത്തിച്ചു. അവൻ മരാക്മാക്കളെ കുറ്റം പറയുന്നു. നമ്മളെല്ലാവരും അവൻ്റെ ഭാരത്തെ കുറ്റം പറയുന്നു. നമ്മൾ ഒരു അപൂർവ ഉണക്കപ്പാടത്ത് ക്യാമ്പ് സ്ഥാപിച്ചു. ചെറിയ ഈന്തപ്പനകളാൽ വളയപ്പെട്ട കല്ലുകരടാ ഉപകരണങ്ങളുള്ളതും നമ്മുടേതല്ലാത്തതുമായ ഒരു മുട്ട്. വ്യത്യസ്തമായ ഷേപ്പ്, മിനുസമുള്ളത്. തെരിക്കാനുദ്ദേശിച്ചതല്ല, മറിച്ച് പൊടിക്കാനുദ്ദേശിച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ തിനിഞ്ഞത്. നമ്മളൊന്നും പൊടിച്ചിട്ടില്ല. പച്ചവേരുകൾ കഴിക്കുകയോ മുഴുവനായി വറുത്തെടുക്കുകയോ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ജിജ്ഞാസ ഉണരുന്നു. ഒരാൾ ഒരു കിഴങ്ങുകളെടുത്ത് പഴയ 2 കല്ലുകൾക്കിടയിൽ ചതച്ച് വെള്ളം ചേർക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരു പേസ്റ്റ്. ആരെങ്കിലും അത് രുചിക്കാൻ ധൈര്യപ്പെടുന്നു, വിതുമ്പുന്നു, പിന്നെ പുഞ്ചിരിക്കുന്നു. ഇത് കൃത്യമായ ഭക്ഷണമല്ല, പക്ഷേ അതെന്തോ ആണ്. പാചകരീതിയുടെ തുടക്കം, അല്ലെങ്കിൽ കുറഞ്ഞത് പുഡിംഗ്. പിൽക്കാല പുരാവസ്തു ഗവേഷകർ പൊടിക്കൽ കല്ലുകളെ ഒരു വഴിത്തിരിവായി ചൂണ്ടിക്കാണിക്കും.
പരീക്ഷണത്തിൻ്റെയും സ്ഥിരതയുടെയും അല്ലെങ്കിൽ രുചി എന്ന ആശയത്തിൻ്റെയും തെളിവ്. നമുക്കതറിയില്ല, പക്ഷേ വറുത്ത വീരുകൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ കുഴമ്പ് നമ്മുടെ വയറ് നിറയ്ക്കുമെന്ന് നമുക്കറിയാം. അടുത്ത ദിവസം നമ്മൾ ഡ്രമ്മിംഗ് കേൾക്കുന്നു. ഇടിമുഴക്കമല്ല, മരപ്പടികളല്ല, പക്ഷേ താളം മനഃപൂർവ്വം ആവർത്തിക്കുന്നു. അത് ദൂരെയുള്ളൊരു കുന്നിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരു ദിവസം കടന്നുപോകുന്നു, പിന്നെ ശബ്ദം മങ്ങുന്നു. പക്ഷെ നമ്മളിൽ എന്തോ ഒന്നത് ഓർമ്മിക്കുന്നു. ആ സംഘടിത പന്തനം സൂര്യനോ ചന്ദ്രനോ അല്ല, ശബ്ദത്താൽ സമയബോധം നിലനിർത്തപ്പെടുന്നു. നമ്മളിൽ ചിലർ അത് സ്വയം പരീക്ഷിക്കുന്നു. പാറയ്ക്കെതിരെ മുള കൂട്ടിയിടിക്കുന്നു. മറ്റുള്ളവർ അതിൽ പങ്കുചേരുന്നു. പെട്ടെന്ന് നമ്മൾ നൃത്തം ചെയ്യുന്നു. വിചിത്രം, വിചിത്രം, സന്തോഷം. കാട് നമ്മളെ തടയുന്നില്ല, അത് നമ്മളോടൊപ്പം ആടുന്നു. ഈ സ്പന്ദനം അനുഭവിക്കുന്ന ആദ്യത്തെ ആളല്ല നമ്മളെന്ന് നമുക്ക് മനസ്സിലാകും. ശബ്ദത്തെ ആചാരമാക്കി മാറ്റിയ ആദ്യത്തെ ആളല്ല നമ്മൾ, തീർച്ചയായും അവസാനത്തേതുമല്ല. ആ രാത്രിയിൽ പുറന്തൊലിയിൽ കുത്തിയെടുത്ത ഒരു ചിഹ്നമുപയോഗിച്ച് ഞങ്ങൾ ആ നിമിഷം അടയാളപ്പെടുത്തുന്നു. 3 കുത്തുകളുള്ള ഒരു വൃത്തം. നമ്മളത് വിശദീകരിക്കുന്നില്ല, നമ്മളത് ചെയ്യേണ്ടതില്ല. ഇത് നമുക്കു വേണ്ടി മാത്രമാണ്. നമ്മുടെ ദിവസങ്ങളിപ്പോൾ ഒരു സൗമ്യമായ താളത്തിൽ പിന്തുടരുന്നു. ഉണരുക, ഭക്ഷിക്കുക, നടക്കുക, ഒത്തുകൂടുക, ആകാശം കാണുക, കുട്ടികളെ ശ്രദ്ധിക്കുക, പരസ്പരം ശ്രദ്ധിക്കുക. ചിലപ്പോൾ പിന്നീട് വരുന്നവർക്കായി ചില സമ്മാനങ്ങൾ അവിടെ ഇട്ടിട്ട് പോകണം. ഒരു മിനുങ്ങിയ കല്ല്, ഒരു തൂവൽ നിര, ഒരു മൂർച്ചയുള്ള ടൂൾ. ചിലപ്പോൾ മറ്റുള്ളവർ ഉപേക്ഷിച്ച സമ്മാനങ്ങൾ കണ്ടെത്തുമ്പോൾ ഞങ്ങൾ മരങ്ങളിൽ നന്ദി മന്ത്രിക്കുന്നു. അത് മതമല്ല, പക്ഷേ അത് ബന്ധമാണ്. ഒരു പ്രഭാതത്തിൽ മിനം വിചിത്രമായൊന്ന് കണ്ടെത്തുന്നു. ഒരു കാൽപ്പാട്, അവളുടേതിനേക്കാൾ ചെറുത്, പക്ഷെ ആഴമേറിയത്. 3 കാൽവിരലുകൾ, നീണ്ട കുതികാൽ. മനുഷ്യനല്ല, മൃഗമല്ല, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതൊന്നല്ല. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് മിത്തുകൾ ആരംഭിക്കുന്നത്. ഒരു പ്രിന്റ്, ഒരു തണുപ്പ്, ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന ഒരു നിശബ്ദത. പക്ഷെ ആശയം നിലനിൽക്കുന്നു. നമ്മൾ മാത്രമല്ല ഈ കാടുകളിലെ ഒരേ കഥ. കേരളമോ അത് കേൾക്കുന്നു എപ്പോഴും. ദിവസങ്ങൾ മങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി ഉദാരമാണ്, ചിലപ്പോൾ വളരെ ഉദാരമാണ്. ചില പ്രഭാതങ്ങളിൽ നമ്മുടെ ക്യാമ്പിനടുത്ത് ചക്കകൾ വിതറുന്നത് ഒരു വഴിപാടുകൾ പോലെയാണ്. ഒരിക്കൽ ആരുടെയെങ്കിലും കൈയുടെ വലിപ്പമുള്ള ഒരു ചത്ത ചിലന്തിയെ വഹിച്ചുകൊണ്ട് ഒരു തീയുറുമ്പുകളുടെ പാത നമ്മൾ കാണാനിടയായി. ആ പാത നമ്മൾ അവർക്ക് വിടുന്നു. ഇപ്പോൾ അതവരുടേതാണ്. മിന ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. ചന്ദ്രൻ രൂപം മാറ്റുന്നതെന്തുകൊണ്ട്? കടുവകൾക്ക് വരകളുള്ളതെന്തുകൊണ്ട്? എന്തുകൊണ്ട് നമ്മൾ ഒരിടത്ത് തന്നെ താമസിക്കുന്നില്ല? നമുക്കുത്തരങ്ങളില്ല, അതിനാൽ നമ്മൾ അവ കണ്ടുപിടിക്കുന്നു. ചന്ദ്രൻ ഒളിച്ചുകളിക്കുന്ന ഒരു ഉറക്ക ആത്മാവാണ്. കടുവകൾ ലജ്ജാശീലരായതിനാൽ നിഴലുകൾ ധരിക്കുന്നു. ഭൂമി നമുക്ക് രഹസ്യങ്ങൾ കാണിച്ചു തരുന്നത് പൂർത്തിയാക്കുന്നതാണെങ്കിലും നമ്മൾ നീങ്ങുന്നു. ആ അവസാനത്തേത് സത്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ അലഞ്ഞു നടന്നു. അതിൻ്റെ നദികളെ സ്പർശിച്ചു, അതിൻ്റെ മരങ്ങളിൽ നിന്ന് ഭക്ഷിച്ചു, അതിൻ്റെ മാനസികാവസ്ഥകളെ അതിജീവിച്ചു. എന്നാൽ ഇപ്പോൾ എന്തോ ഒന്ന് മാറുന്നു. ദേശത്തല്ല, നമ്മളിൽ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ മടുത്തിരിക്കുന്നു. പേടിച്ചിട്ടല്ല, കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിൽ മടുത്തിരിക്കുന്നു. മെലിഞ്ഞതും മിനുസമുള്ളതും തികച്ചും അകലത്തിലുമുള്ള ഉയർന്ന മരങ്ങളുടെ ഒരു തോട്ടത്തിലെത്തുന്നു. ഉയർന്ന പുല്ലിലൂടെ ഒരു മന്ത്രണം പോലെ കാറ്റവയിലൂടെ സഞ്ചരിക്കുന്നു. സൂര്യൻ്റെ രശ്മികൾ നിലത്തുകൂടെ നീളം ചിതറിക്കിടക്കുന്നു. പക്ഷികൾ താഴ്ന്നിരിക്കുന്നു. വായുവിൽ ലെമൺ ഗ്രാസിൻ്റെയും ചാരത്തിൻ്റെയും മണം നിറഞ്ഞിരിക്കുന്നു. പക്ഷികൾ താഴേക്ക് പറക്കുന്നു.
വായുവിൽ നാരങ്ങപ്പുല്ലിൻ്റെയും ചാരത്തിൻ്റെയും ഗന്ധം. നമ്മളവിടെ നിർത്തുന്നു. വോട്ടില്ല, പദ്ധതിയില്ല. നമ്മുടെ തോളുകൾ വിശ്രമിക്കുന്ന രീതിയിൽ എഴുതിയ ഒരു നിശബ്ദ കരാർ മാത്രം. അതിതാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നു. ഇത്തവണ കല്ലുകളുടെയും ചില ഇലകളുടെയും ഒരു വൃത്തമല്ല, മറിച്ച് ഷെൽട്ടറുകൾ, യഥാർത്ഥമായവ, വളഞ്ഞ ശാഖകൾ കൊണ്ട് ആർച്ച് ചെയ്ത് പാമോലകൾ കൊണ്ടടുക്കി നമ്മളൊരു തീക്കുണ്ടം കുഴിക്കുന്നു. താൽക്കാലികമല്ലാത്ത നമ്മുടെ ആദ്യത്തേത്. നമ്മൾ ചുറ്റും കല്ലുകൾ സ്ഥാപിക്കുന്നു. ഓരോന്നിനും സമീപത്ത് ആരെങ്കിലും ഒരു കഥ പറയുമ്പോഴുള്ള ഒരു വരം പടയാളപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഈ സ്ഥലത്തിന് യാർ എന്ന് പേരിട്ടു. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, വീട് പോലെ തോന്നുന്ന ഒരു ശബ്ദം മാത്രം. നമ്മൾ അവിടെ തുടരുന്നു. പഴങ്ങൾ പാകമാകുന്നതും വീഴുന്നതും നമ്മൾ കാണുന്നു. മരങ്ങൾക്ക് മുകളിലുള്ള നക്ഷത്രങ്ങളെ നമ്മൾ മാപ്പ് ചെയ്യുന്നു. മിനയുടെ ഇളയ സഹോദരനു വേണ്ടി നമ്മളൊരു തൊട്ടിൽ പണിയുന്നു. ഒരു രാത്രി അപ്രതീക്ഷിതമായി അവൻ എത്തുമ്പോൾ കുരങ്ങുകൾക്ക് തമാശകൾ മനസ്സിലാകുമോ എന്ന് ഞങ്ങൾ വാദിക്കുന്നു. അവന് മിനയുടെ കണ്ണുകളും ഒരു കൊടുങ്കാറ്റ് ദൈവത്തിൻ്റെ ശ്വാസകോശവുമുണ്ട്. അടുത്തായി ജനിച്ചു വളർന്ന ആ മൂളൽ പാറയുടെ പേരിലാണ് നമ്മളവന് താൾ എന്നു പേരിട്ടത്. ആന്തരശാസ്ത്രജ്ഞർ പറയുന്നത് ആദ്യത്തെ സ്ഥിരം വാസങ്ങൾ ആരംഭിച്ചത് ഗ്രൂപ്പുകൾ അലഞ്ഞുതിരിയുന്നത് നിർത്താൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും പാർപ്പിടവും കണ്ടെത്തിയപ്പോഴാണ്. എന്നാൽ അവർ വൈകാരിക ഭാഗം മറക്കുന്നു. ഒരു സ്ഥലം നമ്മുടെ പേരറിയുന്നത് പോലെ തോന്നുന്ന നിമിഷം യാറിന് നമ്മുടേതറിയാം. നമ്മൾ കുട്ടികൾക്ക് വേരുകളെ മാവാക്കി മാറ്റാൻ പഠിപ്പിക്കുന്നു. ചായയ്ക്ക് ഇലകൾ എങ്ങനെ ഉണക്കാം, ഞാണികളിൽ നിന്ന് നെയ്ത വലകൾ ഉപയോഗിച്ച് മത്സ്യത്തെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നിവ നമ്മൾ ആവർത്തിച്ച് സമാധാനപൂർവ്വം പഠിപ്പിക്കുന്നു. അവിടേക്ക് മറ്റൊരു സന്ദർശകൻ വരുന്നതുവരെ ഇത് നടക്കുന്നത്. സൂര്യോദയത്തിന് തൊട്ടുപിന്നാലെയാണ്. അവൻ മെല്ലെ തുറന്ന കൈകളുമായി ക്ലിയറിങ്ങിലേക്ക് കടക്കുന്നു. ഒറ്റയ്ക്ക്. മധ്യവയസ്കൻ. നമ്മുടേതുപോലെ ഇരുണ്ട ചർമ്മം. മുടി ചെറുതാണ്. നെയ്ത പുറന്തോലുകൊണ്ട് നിർമ്മിച്ച ഒരു ബെൽറ്റ് അയാൾ ധരിക്കുന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കൽപ്പായായുധം അയാൾ വഹിക്കുന്നു. മൂർച്ചയുള്ളതും പരന്നതും അരികിൽ കൊത്തിയെടുത്ത നോട്ടുകളുമുണ്ട്. അത് കണ്ട് നമ്മൾ ആകെ മരവിക്കുന്നു. അവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു. പിന്നെ തീയിലേക്ക്, പിന്നെ ഒരു മാങ്ങയിലേക്ക്. പിന്നെ അവൻ കാത്തിരിക്കുന്നു. നമ്മൾ അവന് പഴം നൽകുന്നു. അവൻ പകുതി മാത്രം കഴിക്കുന്നു. പിന്നെ ഇരിക്കുന്നു. ദിവസം മുഴുവൻ വാക്കുകളില്ലാതെ കടന്നുപോകുന്നു. വെറും വിവർത്തകൻ. മണ്ണിൽ വരയ്ക്കുന്നു, ഭക്ഷണം കൈമാറുന്നു, ഉപകരണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. രാത്രിയാകുമ്പോഴേക്കും നമ്മൾ ഏതൊരു വിവർത്തകനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ പങ്കിട്ടു. ചിരി, തീ, ഒരു മാങ്ങാക്കുരു. അതല്പം പുളിപ്പുണ്ടെന്ന് നമ്മൾ സമ്മതിക്കുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും ആദിമഗോത്രങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ആശ്ചര്യപ്പെടുന്നു. നമ്മൾ എങ്ങനെ പരസ്പരം കഴിവുകൾ പഠിപ്പിച്ചു, ഉപകരണങ്ങൾ കൈമാറി, ഇണകളെപ്പോലും കൈമാറി. പക്ഷേ ഇത് പ്രോട്ടോ സഹകരണം പോലെ തോന്നുന്നു. യുദ്ധമില്ല, കീഴടക്കലില്ല. രണ്ട് ഗ്രൂപ്പുകൾ മാത്രം പറയുന്നു, നിങ്ങൾ വിചിത്രനാണ്, പക്ഷേ അത്ര വിചിത്രമല്ല. നമുക്ക് ഒരുമിച്ച് വിചിത്രമായിരിക്കാം. സൂര്യോദയത്തിനു മുമ്പ് അവൻ തൻ്റെ നോച്ച് ചെയ്ത ഉപകരണം ഉപേക്ഷിച്ചു പോകുന്നു. നമ്മളതൊരു വിശുദ്ധ കാര്യം പോലെ സൂക്ഷിക്കുന്നു. ആ രാത്രിയിൽ നമ്മുടെ സ്വപ്നങ്ങൾ ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. യഥാർത്ഥമായവയല്ല, പകരം സാധ്യതയുള്ളവയാണ്. വയലുകൾ, ഓടാതെ നമ്മുടെ അരികിൽ നടക്കുന്ന മൃഗങ്ങൾ, ഒരിക്കലും മരിക്കാത്ത തീ, ജീവനോടെ ഇരിക്കാൻ ഡ്രമ്മിംഗ് ആവശ്യമില്ലാത്ത പാട്ടുകൾ, പിന്നെ എപ്പോഴും ആ ഉപകരണം. നമ്മളത് പകർത്താൻ തുടങ്ങുന്നു. ആദ്യം മോശമായി. വള്ളികൾ നാരുകളാക്കി മാറ്റുന്നതിനും കടുത്ത മരം വളഞ്ഞ ബ്ലേഡുകളായി രൂപപ്പെടുത്തുന്നതിനും ഇത് ഉദ്ദേശിച്ചതാണെന്ന് മാറുന്നു.
പെട്ടെന്ന് നമ്മുടെ ഉപകരണങ്ങൾ മെച്ചപ്പെടുന്നു. നമ്മുടെ ഷെൽട്ടറുകൾ മെച്ചപ്പെടുന്നു. നമ്മുടെ മത്സ്യബന്ധനവും മെച്ചപ്പെടുന്നു. ആ അപരിചിതനോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന് നമ്മളൊരു കൊത്തിയ കല്ല് അവശേഷിപ്പിക്കുന്നു. ഒരു സർപ്പിളവും 4 കുത്തുകളും അടയാളപ്പെടുത്തിയ മിനുസമുള്ള വൃത്തം വാക്കുകളില്ലാത്ത സമ്മാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുക തെക്കോട്ടുയരുന്നത് നമ്മൾ കാണുന്നു. തീയല്ല, മിന്നലാക്രമണവുമല്ല, വെറും പുക, നിയന്ത്രിതം, സുസ്ഥിരം, ഒരു ക്യാമ്പ്. ഇനി അത് മറ്റൊരു ഗോത്രമോ? പരിവേക്ഷകരുടെ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അവരവിടെയുണ്ടെന്ന് നമുക്കറിയാം. അതെല്ലാം മാറ്റുന്നു. ഈ സ്ഥലത്ത് നമ്മളിനി ഒറ്റയ്ക്കല്ല. നമ്മളതിനെ ഭയപ്പെടുന്നുമില്ല. കാടിപ്പോൾ കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നു. അത് മാറിയതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ മാറിയതുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകൾ വിശദാംശങ്ങൾ വേഗത്തിൽ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ചെവികൾ ചലനത്തിൻ്റെ മന്ത്രിപ്പുകൾ പിടികേൾക്കുന്നു. നമ്മുടെ കൈകൾ വേഗത്തിലുള്ളതാണ്, മൃദുവാണ്. ഒരിക്കൽ നമ്മെ മുഴുവനായി വിഴുങ്ങാൻ ഭീഷണിപ്പെടുത്തിയ അതേ മരങ്ങൾ ഇപ്പോൾ പരിചിതമായൊരു വീടിൻ്റെ മതിലുകൾ പോലെ തോന്നുന്നു. ഒരു പ്രഭാതത്തിൽ ഒരു മരത്തിലൊരു തേൻകൂട് താഴെയായി നമ്മൾ കണ്ടെത്തു. നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വ്യത്യസ്തമാണ്. ഉപേക്ഷിച്ചതും പുതുമയാർന്നതുമായ ഒരു സമ്മാനം. സ്കൈ വിസ്പറർ പറയുന്നത് അത് ആത്മാക്കളിൽ നിന്നാണെന്നാണ്. മൂപ്പന്മാരിൽ ഒരാൾ പറയുന്നത് അത് വെറും മണ്ടത്തരമാണെന്ന്. ശേഷം നമ്മൾ കഴിക്കുന്നു. കുറച്ച് ബാക്കി വയ്ക്കുന്നു. ആത്മാക്കൾക്കും വിശക്കുണ്ടെങ്കിൽ മാത്രം. ഋതുക്കൾ നിശബ്ദമായി മാറുന്നു. സൂര്യൻ മൃദുവാകുന്നു. മഴ അത്ര നാടകീയമല്ല, ചിന്തനീയമായി മാറുന്നു. പ്രഭാതങ്ങൾ തണുത്തുറഞ്ഞു പോകുന്നു. ഒരു ലജ്ജാശീലനായ മൃഗത്തെപ്പോലെ നിലത്തെ ആലിംഗനം ചെയ്യുന്ന മൂടൽ മഞ്ഞുമായി എന്തോ ഒന്ന് മാറിയിരിക്കുന്നു. ആകാശത്ത് മാത്രമല്ല, നമ്മളിലും. നമ്മൾ എവിടെയും താമസിച്ചിട്ടില്ലാത്തത്രയും സമയം യാറിൽ താമസിക്കുന്നു. ഷെൽട്ടറുകൾ കൂടുതൽ കരുത്തുറ്റതായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ മതിലുകളെ പാളികളായി പുറംതൊലികൊണ്ട് നിരത്തുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം തിരിച്ചുവിടാൻ ക്യാമ്പിനെ ചുറ്റിപ്പറ്റി ഒരാഴമില്ലാത്ത കിടങ്ങ്. നമ്മൾ ഉണങ്ങിയ മരം വരികളായി അടുക്കി വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ കലവറ. ഇപ്പോൾ ഒരു താളമുണ്ട്. ഓരോ പ്രഭാതത്തിലും നമ്മൾ ചിതറിപ്പോകുന്നു. ചിലർ ഒത്തുകൂടാൻ, ചിലർ മീൻ പിടിക്കാൻ, മറ്റുള്ളവർ പര്യവേക്ഷിക്കാൻ. കുട്ടികൾ തത്തകളുമായി കളിക്കുന്നു. മിനയുടെ സഹോദരൻ താലിനെ നേർരേഖയിൽ നടക്കാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ വൃത്തങ്ങൾ ഇഷ്ടപ്പെടുന്നു. നമ്മൾ കളിപ്പാട്ടങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. ലളിതമായവ. മത്തങ്ങയിൽ കല്ലുകൾ, പെയിന്റ് ചെയ്ത ഇലകൾ. ഒരാൺകുട്ടി തൻ്റെ പുറകിൽ തൂവലുകൾ കെട്ടി ഒരു മരക്കഷ്ണത്തിൽ നിന്ന് ചാടുന്നു. ഞാൻ ആകാശക്കടുവയാണ് നിലവിളിക്കുന്നു. അവനൊരു കൂണിലിറങ്ങുന്നു. എല്ലാവരും കൈയടിക്കുന്നു. കൂണുൾപ്പെടെ ഞാൻ കരുതുന്നു. പക്ഷേ സമാധാനത്തിനൊരു വിലയുണ്ട്. ഒരു ദിവസം രാവിലെ സ്കൈ വിസ്പറർ കുന്നിൻ്റെ മുകളിലേക്ക് കയറി തിരിച്ചു വന്നില്ല. ആദ്യം അവൻ അലഞ്ഞുതിരിഞ്ഞു പോയതാണെന്ന് ഞങ്ങൾ കരുതുന്നു. അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു. മരങ്ങളോട് സംസാരിക്കുന്നു, കല്ലുകളുമായി തർക്കിക്കുന്നു. പക്ഷേ രാത്രി വീഴുന്നു. എന്നിട്ടും ഒരു സൂചനയുമില്ല. നമ്മളൊരു കൂട്ടത്തെ അയക്കുന്നു. അവർ കണ്ടെത്തുന്നത് ഒരു വഴക്കിൻ്റെ അടയാളങ്ങളാണ്. തകർന്ന വള്ളികൾ, അവൻ്റെ ബെൽറ്റിൽ നിന്ന് ചിതറിക്കിടക്കുന്ന മണികൾ. രക്തക്കറ അധികമല്ല, പക്ഷെ സംഘത്തെ നിശബ്ദമാക്കാൻ പര്യാപ്തമാണ്. അതിൻ്റെ അടുത്ത് ഒരു നീണ്ട വെളുത്ത പല്ല്, ഒരു കടാക പോലെ മിനുസമാണ്. ഭാരമുള്ളതൊന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു. കടുവയുടേതല്ല, നമുക്കറിയാവുന്ന മൃഗവുമല്ല. നമ്മളത് തിരികെ കൊണ്ടുവരുന്നു. ക്യാമ്പിൻ്റെ മധ്യത്തിൽ വയ്ക്കുന്നു. ആരും അത് തൊടുന്നില്ല. മിന ചോദിക്കുന്നു, എന്തെങ്കിലും അവനെ തിന്നോ? ആരും ഉത്തരം പറയുന്നില്ല. കാടെപ്പോഴും കാട്ടുമൃഗമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, അതിന് നിയമങ്ങളുണ്ട്. ഇതുവരെ നമുക്ക് അറിയാത്ത നിയമങ്ങൾ. അല്ലെങ്കിൽ അതിലും മോശമായി, നമുക്കറിയാമെന്ന് കരുതിയ നിയമങ്ങൾ. ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധാലുക്കളാണ്. നടക്കുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ പാടും. കൂടുതൽ തീപ്പന്തങ്ങൾ കൊണ്ടുപോകും. രാത്രിയിൽ തീ ഉയർത്തി പിടിച്ചിരിക്കും. ആരും വൃത്തത്തിന് പുറത്തു പോകില്ല. ക്യാമ്പിന് ചുറ്റുമുള്ള മരങ്ങളിൽ നിന്നും നമ്മൾ മന്ത്രങ്ങൾ തൂക്കിയിടും. തൂവലുകൾ, ഷെല്ലുകൾ,
നല്ലതരം അസ്ഥികൾ. നമുക്ക് ഭയമില്ല, ബഹുമാനമുണ്ട്. സ്കൈ വിസ്പറർ അതിഷ്ടപ്പെട്ടേനെ. ആദിമ മനുഷ്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നരവംശശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും സംശയിക്കുന്നു. നമ്മളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? പരിപക്ഷി. നമുക്കതിനായി ഒരു വാക്കുമില്ല. പക്ഷെ ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മൾ കാറ്റിനോട് കുറച്ചുകൂടി സംസാരിക്കുന്നു. നമ്മളൊരു കുറച്ചധികം ഭാഗം പാചകം ചെയ്യുന്നു. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഒരു മൂപ്പൻ പറയുന്നു, സ്കൈ വിസ്പറർ മരിച്ചിട്ടില്ല, അവൻ മരങ്ങളുടെ ഭാഗമായി. നമ്മൾ തലയാട്ടുന്നു, കാരണം അത് മറ്റുള്ള ഓപ്ഷനുകളേക്കാൾ ബെറ്ററാണ്. താമസിയാതെ ജീവിതം പുനരാരംഭിക്കുന്നു. അരുവിക്കരയിൽ പുതിയ കാൽപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടേതല്ല, മനുഷ്യനല്ല, പക്ഷെ മികവുമല്ല, വീതിയുള്ളത്, പരന്നതും നഖമുള്ളതും. ചർച്ച വീണ്ടും ആരംഭിക്കുന്നു. കുരി ശരിയാണോ? അവർ കാണുന്നുണ്ടോ? പുലർച്ചെ നദിയിൽ നിന്ന് കുടിക്കുന്ന ഉയരമുള്ളതും രോമമുള്ളതുമായ എന്തോ ഒന്ന് കണ്ടതായി ഒരു കുട്ടി സത്യം ചെയ്യുന്നു. മറ്റൊരാൾ കഴിഞ്ഞ ആഴ്ചയും അത് കണ്ടു എന്ന് പറയുന്നു. അത് അലയടിച്ചു, പിന്നീട് മൂടൽമഞ്ഞിലേക്ക് അപ്രത്യക്ഷമായി. നമ്മൾ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല, പക്ഷെ ജാഗ്രത പാലിക്കുന്നു. യാർ ഒരു അഭയസ്ഥാനമായി മാറുന്നു. അത് പുരോഗമിക്കുന്ന ഒരു ഓർമ്മയായി മാറുന്നു. നമ്മൾ ചിഹ്നങ്ങളെ കല്ലുകളിൽ കൊത്തിവെക്കുന്നു. വരകൾ, സർപ്പിളങ്ങൾ, കണ്ണുകൾ. കല്ലുകൾ വൃത്താകൃതിയിൽ ക്രമീകരിക്കാൻ തുടങ്ങുന്നു. തീക്കുണ്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ചിലത് കിഴക്കോട്ട് അഭിമുഖമാണ്, ചിലത് നമ്മൾ നട്ട തൈകളെ ചുറ്റിപ്പറ്റിയാണ്. നമ്മളിപ്പോൾ അതിജീവിക്കുക മാത്രമല്ല, നമ്മൾ ഭാവിയെ രൂപപ്പെടുത്തുകയാണ്. ഇത് പതുക്കെ സംഭവിക്കുന്നു. ഒരു വാചകം ഓരോന്നായി ചുരുളഴിയുന്ന ഒരു കഥ പോലെ. ഒരു ദിവസം രാവിലെ പുലർച്ചെ ഒരു പ്രത്യേക മരത്തിൽ പക്ഷികൾ ഒത്തുകൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിനാൽ നമ്മൾ സമീപത്ത് ഒരു കാവൽ പോസ്റ്റ് നിർമ്മിക്കുന്നു. നമ്മൾ അതിനെ ആകാശച്ചെവി എന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ചലനം കാണുന്നു. മാൻ, കുരങ്ങുകൾ, ഇടയ്ക്കിടെ മനുഷ്യർ. ഭക്ഷണം നൽകാൻ നമ്മൾ ഓട്ടക്കാരെ യാറിൻ്റെ അരികിലേക്ക് അയക്കുന്നു. ചിലപ്പോൾ നമുക്ക് പ്രതിധ്വനികൾ ലഭിക്കുന്നു. സമ്മാനങ്ങൾ പിന്നിൽ അവശേഷിക്കുന്നു. ഇലകളിൽ പൊതിഞ്ഞ് പുകച്ചുരുളുന്ന ഒരു ഉണക്കമീൻ, 3 ദ്വാരങ്ങളുള്ള ഒരു കൊത്തിയ വടി. ഒരിക്കൽ ഒരു ചെറിയ പാത്രം ഉപ്പ്. അവസാനത്തേതെല്ലാം മാറ്റുന്നു. ഉപ്പ്. നമ്മളത് രുചിക്കുന്നു. നമ്മൾ പരസ്പരം തുറിച്ചു നോക്കുന്നു. നമ്മൾ വീണ്ടും രുചിക്കുന്നു. അത് മൂർച്ചയുള്ളതാണ്, വിചിത്രമാണ്, ആസക്തിയുളവാക്കുന്നതാണ്. നമ്മളത് വറുത്ത വേരിൽ പരീക്ഷിക്കുന്നു. അത് നമ്മുടെ വായിൽ രുചികരമായി മാറുന്നു. നമ്മൾ അതിനായി കൊതിക്കാൻ തുടങ്ങുന്നു. ആരാണത് അപേക്ഷിച്ചത്? അവരതെവിടെയാണ് കണ്ടെത്തിയത്? തിരികെ വരുന്ന സമ്മാനങ്ങളെ പിന്തുടരാനും ഉറവിടങ്ങൾ കണ്ടെത്താനും നമ്മൾ സ്കൗട്ടുകളെ അയക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരാൾ ഒരു കഥയുമായി മടങ്ങിവരുന്നു. കിഴക്കൻ കുന്നുകൾക്കപ്പുറം വെളുത്ത കല്ലുകൾ ഉപ്പായി പൊടിയുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾക്കിതുവരെ വ്യാപാരം എന്നതിന് ഒരു വാക്കുപോലുമില്ല. എന്നിരുന്നാലും അത് ആരംഭിക്കുന്നു. നമ്മൾ പഴങ്ങൾ, ഔഷധങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയുടെ കൊട്ടകൾ ഉപേക്ഷിക്കുന്നു. പകരം നമുക്ക് പുതിയ കാര്യങ്ങൾ ലഭിക്കുന്നു. ഉപ്പ്, ഉണങ്ങിയ മാംസം, മുൻപ് കണ്ടിട്ടില്ലാത്ത കക്ക കൊണ്ട് നിർമ്മിച്ച മണികൾ വരെ. ഇതും ഒരാചാരമായി മാറുന്നു. കുട്ടികൾ ഈ നിഗൂഢരായ ആളുകളെ രാവിലത്തെ ആളുകൾ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. കാരണം അവരുടെ സമ്മാനങ്ങൾ എപ്പോഴും സൂര്യോദയത്തിന് മുൻപ് പ്രത്യക്ഷപ്പെടും. അവർ യഥാർത്ഥമാണോ? തീർച്ചയായും. അവർ സൗഹൃദപരമാണോ? ഒരുപക്ഷേ. നമ്മൾ എപ്പോഴെങ്കിലും അവരെ കാണുന്നുണ്ടോ? ഇതുവരെയില്ല. എന്നിട്ടും ബന്ധം വളരുന്നു. മിന റെക്കോർഡുകൾ സൂക്ഷിക്കാൻ തുടങ്ങുന്നു. അവൾ വള്ളികളിൽ കെട്ടുകൾ കെട്ടുന്നു. നൽകുന്ന ഓരോ സമ്മാനത്തിനും 1, തിരികെ നൽകുന്ന ഓരോന്നിനും 2. പുതിയ തരം എണ്ണൽ ജനിക്കുന്നു. വെറും സംഖ്യകൾ മാത്രമല്ല, മറിച്ച് കണക്കുകളുടെ വിശ്വസ്തത. ചരിത്രകാരന്മാർ ഇതിനെ പ്രോട്ടോ കൊമേഴ്സ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഞങ്ങളതിനെ ന്യായമെന്ന് വിളിക്കുന്നു. നമ്മൾ സ്കൈ വിസ്പററിൻ്റെ കഥയും പറയാൻ തുടങ്ങിയിരിക്കുന്നു. വസ്തുതയായിട്ടല്ല, മിത്തായിട്ടാണ്. അവനിപ്പോൾ മരങ്ങൾക്കിടയിൽ നടക്കുന്നു, നമ്മെ നിരീക്ഷിക്കുന്നു. നമ്മെ നയിക്കാൻ അവൻ മൃഗങ്ങളെ അയക്കുന്നു. നമ്മൾ ചെളിയിൽ വീഴുമ്പോൾ അവൻ ചിരിക്കും.
നമ്മൾ വഴിതെറ്റുമ്പോൾ നക്ഷത്രങ്ങളുടെ സ്വപ്നങ്ങൾ അയക്കും. അവനിപ്പോൾ ഒരു ദൈവമാണ്, ഒരു തരത്തിൽ. നിങ്ങൾക്കറിയാമോ, അവനതിന് അർഹനാണ്. ഇപ്പോൾ വായുവിന് വ്യത്യസ്തമായ ഒരു ഗന്ധമുണ്ട്, അവസാനങ്ങൾ പോലെ. അല്ലെങ്കിൽ ഒരുപക്ഷെ തുടക്കമാകാം. നമുക്കെത്ര കാവ്യാത്മകമായി തോന്നുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ ഉണരുന്നു, പതുക്കെ നീങ്ങാൻ തുടങ്ങുന്നു. എല്ലാം കൂടുതൽ പ്രധാനമാണെന്ന് തോന്നുന്നു. ഇലകൾ വീഴുന്ന രീതി പോലും പരിശീലിച്ചതായി തോന്നുന്നു. കാട് വാക്കുകൾ പോലും ഉപയോഗിക്കാതെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നത് പോലെ. കുട്ടികൾ വേഗത്തിൽ വളരുന്നു. മിന തന്റെ സഹോദരൻ താലിനെ കല്ലുകൊണ്ട് കായ്കൾ പൊട്ടിക്കാൻ പഠിപ്പിക്കുന്നു. താൽ മിനയെ ഒരു കുരങ്ങനെപ്പോലെ മരങ്ങളിൽ കയറാൻ പഠിപ്പിക്കുന്നു. അവർ വാദിക്കുന്നു, അവർ ചിരിക്കുന്നു. അവർ നമ്മുടെ വീടിനടുത്ത് ചെറിയ ഷെൽട്ടറുകൾ നിർമ്മിക്കുകയും അവയിൽ എല്ലുകളും തൂവലുകളും രഹസ്യങ്ങളും നിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ അവരെ തടയുന്നില്ല. അവർ കളിക്കുന്നില്ല, അവർ പരിശീലിക്കുന്നു. ഒരു ദിവസം രാവിലെ കെണികൾ പരിശോധിക്കുമ്പോൾ ഞാനൊരു പുതിയ പാത കണ്ടെത്തി. മൃദുവായ കരിചിഹ്നങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയത്. പക്ഷേ അത് നമ്മുടേതല്ല. ഒരു ചുഴി, 2 വരകൾ, താഴേക്ക് ചൂണ്ടുന്ന ഒരു ത്രികോണം, ഒരടയാളം. ഏതോ നിഗൂഢഗോത്രം ഉപേക്ഷിച്ചതാണോ? പ്രഭാത സമ്മാനം നൽകുന്ന ആളുകളുടേതാണോ? അതോ പ്രായമായ ആരുടെയെങ്കിലുമോ? പകുതി ദിവസത്തേക്ക് ഞാനത് പിന്തുടരുന്നു. ജാഗ്രതയോടെ, പക്ഷേ ജിജ്ഞാസയോടെയും. കല്ലുകൾ കൊണ്ട് വളഞ്ഞതും മനുഷ്യനേക്കാൾ ഉയരമുള്ളതും സർപ്പിളമായി ക്രമീകരിച്ചതുമായ ഒരു പുൽമേടിലേക്ക് പാത വളഞ്ഞു പൊളഞ്ഞു പോകുന്നു. മധ്യത്തിൽ തിരമാലകൾ പോലെ അലയടിക്കുന്ന അടയാളങ്ങൾ കൊത്തിയെറുത്ത ഒരു മരത്തടി. അത് മൂളുന്നു. ചെവികൾ കൊണ്ട് കേൾക്കുന്ന ശബ്ദമല്ല, ഒരു കുന്നിന്റെ വലിപ്പമുള്ള ഉറങ്ങുന്ന ഒരു മൃഗത്തിന്റെ അരികിൽ നിൽക്കുന്നതുപോലെ ആഴമേറിയതും സാവധാനവുമായ ഒരു പ്രകമ്പനം. നമ്മൾ പിന്നോട്ടു പോകുന്നു, ശ്രദ്ധാപൂർവം. നമ്മൾ ഒരിക്കലും ആ സ്ഥലത്തേക്ക് മടങ്ങില്ല. പക്ഷെ നമ്മളത് ഓർക്കുന്നു. കാരണം ചില നിഗൂഢതകൾ പരിഹരിക്കപ്പെടേണ്ടതല്ല, വെറുതെ കണ്ടറിയാൻ മാത്രം. ചരിത്രാതീത ഇന്ത്യയിൽ ചിതറിക്കിടക്കുന്ന നിരവധി സ്മാരകങ്ങളിൽ ഒന്നായ ആ സ്ഥലത്തെ മെഗാലിഥിക് സ്മാരകമെന്ന് ചരിത്രകാരന്മാർ വിളിക്കും. എഴുത്തുഭാഷയ്ക്ക് വളരെ മുമ്പ് തന്നെ. അവർ ഉദ്ദേശത്തെക്കുറിച്ച് വാദിക്കുന്നു. ശ്മശാന സ്ഥലമോ, കലണ്ടറോ, ക്ഷേത്രമോ? നമ്മളതിനെ നാദവാരു എന്ന് വിളിക്കുന്നു, കേൾക്കുന്ന സ്ഥലം. തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മിൽ എന്തോ ഒന്ന് മാറിയേക്കുന്നതുപോലെ തോന്നുന്നു. അതിജീവിക്കുന്നതിലേക്കാൾ കൂടുതൽ നമ്മൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു. അടുത്ത മഴയെക്കുറിച്ചും അടുത്ത വിളകളെക്കുറിച്ചും അടുത്ത ഉപഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു. മിന അരച്ച ബെറികൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഉണങ്ങിയ മരത്തെ ഉണങ്ങിയതിൽ നിന്ന് വ്യത്യാസപ്പെടുത്താൻ താൽ കല്ലുകൊണ്ട് ഒരു മതിൽ പണിയുന്നു. ആരോ കളിമണ്ണിനെ പാത്രങ്ങളാക്കി രൂപപ്പെടുത്തുന്നു. അവ പൊട്ടിത്തെറിക്കുന്നതിനു മുമ്പ് അധികനേരം നിലനിൽക്കില്ല. പക്ഷെ ശ്രമമാണ് പ്രധാനം. ചൂടായ ചാരത്തിൽ വെടിവെക്കാൻ ശ്രമിക്കുന്നു. തണുക്കുമ്പോൾ പായലിൽ മൂടുന്നു. ചിലത് പിടിക്കുന്നു, ചിലത് പിടിക്കുന്നില്ല. പൊട്ടിപ്പോയവയെ നമ്മൾ വിഷമിക്കുന്നവർ എന്ന് വിളിക്കുകയും വിലമതിക്കുന്നില്ലെന്ന് നടിക്കുന്ന ഒരു കൂമ്പാരത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും അവയിലേക്ക് മടങ്ങിവരുന്നു. കാരണം പരാജയം വേഷപ്രച്ഛന്നമായ ഭാവി അറിവാണ്. യാറിൽ 3-ാം ചന്ദ്രനോടെ നമ്മുടെ ഭാഷ വളർന്നു. നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പേരുകൾ വേണമെന്ന് നമ്മൾ പേരിട്ടു. മഴയ്ക്ക് മുമ്പുള്ള ശബ്ദത്തെ ലിരു എന്ന് വിളിച്ചു. അപകടമെന്നർത്ഥമുള്ള നിശബ്ദതയെ ഊം എന്നും പേരിടാൻ തുടങ്ങി. മിന അവ കണ്ടെത്തുന്നു. അവ പറ്റി നിൽക്കുന്നു. ഒരു രാത്രി നമ്മൾ ചക്കവിത്തുകൾ വറുക്കുമ്പോൾ താൽ ചോദിച്ചു, നമ്മളിവിടെ എന്നേക്കും താമസിക്കുമോ? നമ്മൾ നിർത്തുന്നു. ആരും ഉത്തരം പറയുന്നില്ല. കാരണം നമുക്കറിയില്ല. നമ്മൾ ഈ കുന്നുകളിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെയാളല്ല, അവസാനത്തേതുമായിരിക്കില്ല. നമ്മുടെ കഥയിലെ അസ്ഥികൾ ഇതിനകം തന്നെ ഭൂമിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചിതറിക്കിടക്കുന്ന ക്യാമ്പ് സൈറ്റുകൾ, മറന്നുപോയ ഉപകരണങ്ങൾ, പുറംതൊലിയിൽ കൊത്തിയെടുത്ത ചിഹ്നങ്ങൾ പഴയ തൊലി പോലെ അടർന്നു വീഴും. പക്ഷേ നമ്മിൽ എന്തോ ഒന്ന് ഇപ്പോൾ ഒഴുകി നീങ്ങുന്നില്ല. നമ്മൾ അതിനെ ഇതുവരെ വിളിച്ചില്ലെങ്കിലും നമ്മൾ വീരൂന്നിയിരിക്കുന്നു. ഇരുട്ടിൽ ഇവിടെയോ ഡ്രമ്മുകൾ വീണ്ടും പ്രതിധ്വനിക്കുന്നു, മങ്ങുന്നു, ആവർത്തിക്കുന്നു. നമ്മുടേതല്ല, പക്ഷെ പരിചിതമാണ്. 2 കല്ല് ക്ലിക്കുകളും ഒരു താഴ്ന്ന ഹമ്മുമുകിലൊകിച്ച് ഞങ്ങൾ ഉത്തരം നൽകുന്നു. മറുപടി വരുന്നു. 4 സ്പന്ദനങ്ങളും ഒരിടവേളയും. നമ്മൾ ചിരിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. മഹത്തായ കുടിയേറ്റം ചലനത്തേക്കാൾ കൂടുതലായി മാറിയിരിക്കുന്നു. ഈ വന്യഭൂമിയെ മറികടക്കുന്ന പാതകളുടെ ഒരു വലയമാണിത്. നമ്മൾ വലിയൊന്നിൻ്റെ നൂലുകളാണ്. കുഴഞ്ഞുമറിഞ്ഞു, പക്ഷേ ബന്ധപ്പെട്ടിരിക്കുന്നു. മിന അരുവിക്കരയിൽ ഒരു വലിയ കല്ല് കൊത്തിയെടുക്കാൻ തുടങ്ങുന്നു. സർപ്പിളങ്ങൾ,
ഡോട്ടുകൾ, മൃഗങ്ങളുടെ ആകൃതികൾ എല്ലാം ഒരു മനുഷ്യക്കൈയുടെ പരുക്കൻ രൂപരേഖയിൽ കേന്ദ്രീകരിച്ച് താൽ അതിനിടയിൽ കാൽപ്പാടുകളുടെ ഒരു രേഖ ചേർക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നില്ല, നമ്മൾ ചെയ്യേണ്ടതില്ല. അത് നമ്മളാണ്. ഒരു അവകാശമല്ല, ഒരു അടയാളം. പിന്നെ പറയാനൊരു കാര്യം, നമ്മൾ ഇവിടെയുണ്ടായിരുന്നു, നമ്മൾ കണ്ടു, നമ്മൾ നീങ്ങി, നമ്മൾ നൃത്തം ചെയ്തു, നമ്മൾ ശ്രദ്ധിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നരവംശശാസ്ത്രജ്ഞർ അത് കുഴിച്ചെടുത്തേക്കാം. അവർ ഉദ്ദേശത്തെക്കുറിച്ച് വാദിക്കും. അത് കലയായിരുന്നോ? ആരാധനയാണോ? വരച്ചുകാട്ടൽ മാത്രമാണോ? അവർ ഒരിക്കലും ഊഹിക്കില്ല. തീ കത്തുന്നതിന് തൊട്ടുമുൻപ് കൈകൾ കല്ലിനോട് ചേർത്ത് പറഞ്ഞൊരു ഉറക്കം സമയത്ത് കഥയായിരുന്നു അത്. സീസണിലെ അവസാന മഴ പെയ്യുമ്പോൾ യാതിതിഹാസമായി ലയിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഇപ്പോഴും ജിജ്ഞാസയുള്ളവരാണ്, ഇപ്പോഴും നീങ്ങുന്നു. എന്നാൽ നമ്മളിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു സ്ഥലമല്ല, ഒരു പാറ്റേൺ, ഒരു സ്പന്ദനം, ഒരു വാഗ്ദാനം. അതുകൊണ്ട് പ്രിയ ശ്രോതാവേ, നമ്മൾ ഈ പുരാതന മഴകളിലൂടെ ഒരുമിച്ച് നടന്നു, മൂടൽ മൂടിയ കുന്നുകളിലൂടെ കയറി, മിത്തുകൾ മന്ത്രിച്ചുകൊണ്ട് ജനിച്ച പൊട്ടുന്ന തീയിനുടെ അരികിലിരുന്നു. ഒരു കൽപ്പായുടെ ഭാരവും ഒരു ജാക്ക്ഫ്രൂട്ട് തമാശയുടെ ലാഘവത്വവും നീ അനുഭവിച്ചു. സ്കൈ വിസ്പററിനെ കണ്ടുമുട്ടി, മിനയോടൊപ്പം നൃത്തം ചെയ്തു. താൽ തൻ്റെ കൈകളേക്കാൾ വലിയ ആശയങ്ങളുള്ള ഒരു കൊച്ചുകുട്ടിയായി മാറുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ ചിന്തകൾ മന്ദഗതിയിലാകട്ടെ. പുലർച്ചെ ഫേൺ ഇലകൾ പോലെ അവ വിരിയട്ടെ. മുഴുവൻ യാത്രയും നിങ്ങളോട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു കാൽപ്പാട് മാത്രം മതി. നിശബ്ദത വിശാലമാകട്ടെ. രാത്രിയുടെ മുഴുക്കൻ കീഴടങ്ങട്ടെ. നമ്മളത് ചെയ്തു എന്ന് പറയുന്ന ഒരുതരം നിശബ്ദത. കണ്ണുകൾ അടയ്ക്കുക. സൗമ്യമായും ഊഷ്ണമായും ഭൂമിയിലേക്ക് മുങ്ങുക. അടുത്ത കഥയിൽ എവിടെയെങ്കിലും നമ്മൾ വീണ്ടും പരസ്പരം കണ്ടുമുട്ടും. വ്യത്യസ്ത നക്ഷത്രങ്ങൾക്ക് കീഴിൽ, വ്യത്യസ്ത ധനത്തിനു കുറുകെ. എന്നാലിപ്പോൾ വിശ്രമിക്കൂ.